പ്രത്യേകാല് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ ഡാനിയൽ തോമസ്, അദ്ദേഹത്തിന്റെ കുടുംബം, സുഷമ ആന്റി, ഫീര മിനിസ്ട്രീസിന്റെ മുൻപന്തിയിൽ കർത്താവിന്റെ വേലിൽ അധ്വാനിക്കുന്ന ഞാൻ ഏറെ സ്നേഹിക്കുന്ന മാത്യു കുര്യൻ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ ഫാമിലി, അങ്ങനെ തുടർമാനമായിട്ട് തന്നെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ സംഗീത ശുശ്രൂഷ നിർവഹിച്ച സുവിശേഷകൻ സന്തോഷ്, അദ്ദേഹത്തിന്റെ കുടുംബം, അങ്ങനെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. मीटिंग में उपस्थित सभी लोगों को जय मसीह की। 1 കൊരിന്ത്യർ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി 1 കൊരിന്ത്യർ ലേഖനത്തിന്റെ 1-ാമത്തെ ഭാഗം പ്രിയ ദൈവദാസൻ നമ്മെ പഠിപ്പിച്ചു. ആധികാരികമായ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്കതിൽ ലഭിച്ചു എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആമുഖങ്ങൾ സംബന്ധിച്ച് ഒന്നും പറയാതെ 2-ാം അധ്യായത്തിലേക്ക് നേരെ കടക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. कल हमने पहले कुरिन्थी पहले अध्याय का पिछले 2 दिनों से हम अध्ययन कर रहे थे और उसकी रूपरेखा और प्रस्तावना आप समझ चुके हैं। तो आज हम पहली कुरिन्थी 2 अध्याय का अध्ययन करने जा रहे हैं. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2-ാം അധ്യായത്തിൽ പൗലോസ് എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അത് തുടക്കത്തിൽ നമുക്കൊന്ന് നോട്ട് ചെയ്യാം, എന്നിട്ട് അതിന്റെ വിശകലനങ്ങളിലേക്ക് കടക്കാം. ഒന്ന്, ദ വർക്ക് ഓഫ് എ മിനിസ്റ്റർ ആണ്. ഒരു ശുശ്രൂഷകന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ശുശ്രൂഷകന്റെ ശുശ്രൂഷ അതെന്താണ് എന്നുള്ളത് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. 2-ാമത്തത് ദി വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ വർക്ക് എന്താ, പ്രവൃത്തി എന്താ എന്നുള്ളത് ഈ 2-ാമത്തെ അധ്യായത്തില് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. दूसरे अध्याय में 2 मुख्य बातें हैं. पहला है एक प्रचारक की सेवकाई, दूसरा है पवित्र आत्मा का कार्य. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇവിടെ പൗലോസ് കൈകാര്യം ചെയ്യുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്, അതാണ് ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. वहाँ पे पवित्र आत्मा का कार्य कह करके इसे इस प्रकार से हम समझ सकते हैं. पौलुस यहाँ बता रहे हैं कि पवित्र आत्मा किस प्रकार से कार्य करती है. ഇവിടെ 2-ാം അധ്യായത്തില് ആവർത്തിച്ച് നമ്മൾ കാണുന്ന ഒരു പദമാണ് ജ്ഞാനം എന്ന വാക്ക്. ജ്ഞാനം, നോളജ് എന്ന അല്ലെങ്കിൽ വിസ്ഡം എന്ന വാക്ക് നമുക്ക് ഈ 2-ാം അധ്യായത്തിൽ കാണാം. दूसरे अध्याय में हम एक और पद बहुत बार उसका इस्तेमाल किया गया है. वो पद है ज्ञान. ആ ജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം എന്ന വാക്കിനെ തന്നെ 2 ആയിട്ട് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അത് 2 കൈൻഡ്സ് ഓഫ് വിസ്ഡം 2 വിധത്തിൽ കാണാം. ഒന്ന്, ഡിവൈൻ വിസ്ഡം, ദൈവിക ജ്ഞാനവും. 2, ഹ്യൂമൻ വിസ്ഡവും, മാനുഷിക ജ്ഞാനവും. ज्ञान 2 प्रकार के होते हैं. एक परमेश्वर का ज्ञान, दूसरा मनुष्य का ज्ञान. അതില് ഡിവൈൻ വിസ്ഡം എന്ന് എഴുതിയിരിക്കുന്നിടത്ത്, ദൈവിക ജ്ഞാനം എന്ന് എഴുതിയിരിക്കുന്നിടത്ത് റെഫറൻസ് ആയിട്ട് 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. परमेश्वर का ज्ञान के लिए हम 2 अध्याय का 7वां वचन रेफरेंस के तौर पर लिख सकते हैं. ഒപ്പം ഹ്യൂമൻ വിസ്ഡം എന്ന മാനുഷിക ജ്ഞാനം എന്ന് എഴുതിയെടുത്ത് 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് റെഫറൻസ് ചെയ്യാവുന്നതാണ്. 4-ാമത്തെ വാക്യം मनुष्य के ज्ञान इस विषय के लिए रेफरेंस है. 2 अध्याय का 4वां वचन. ഈ ഹ്യൂമൻ വിസ്ഡം എന്ന വാക്കിന് മറ്റൊരു പദം കൂടെ ഇതേ അധ്യായത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് വേർഡ്ലി വിസ്ഡം എന്ന വാക്കാണ്.
ലോകത്തിന്റെ ജ്ഞാനം, വേൾഡ്ലി വിസ്ഡം. അത് 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. मनुष्य के ज्ञान के लिए एक और पद का इस्तेमाल किया गया है, उसे हम कह सकते हैं दुनियावी ज्ञान, 2 अध्याय का 6वां वचन. അപ്പൊ ഈ വിസ്ഡം, ജ്ഞാനം എന്നുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്. ज्ञान क्या है, इस प्रकार की बात हमारे मन में आ सकती है, ये शंका हमारे मन में आ सकती है. ജ്ഞാനം എന്ന വാക്ക് അല്ലെങ്കിൽ വിസ്ഡം എന്ന വാക്ക് ഗ്രീക്കില് സോഫിയ എന്ന് ഉപയോഗിക്കുന്ന വാക്ക്, അതിന് വ്യത്യസ്തമായ ഒരു ചിന്ത ഈ ഗ്രീക്ക് ഫിലോസഫിയുടെ ഇടയിൽ കിടപ്പുണ്ട്. ज्ञान शब्द को ग्रीक भाषा में या यूनानी भाषा में सोफिया के नाम से पुकारा जाता है और इसके लिए अलग अलग इसकी व्याख्या है. ജ്ഞാനം എന്ന വാക്കുകൊണ്ട്, സോഫിയ എന്ന വാക്കുകൊണ്ട് ഗ്രീക്ക് ചിന്തകന്മാർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന വിഷയമെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ജനനം സംബന്ധിച്ച്, മനുഷ്യന്റെ ജീവിതം സംബന്ധിച്ച്, അവന്റെ ജീവിതത്തിന്റെ അവസാനം സംബന്ധിച്ച്, ഈ ജീവിതം കഴിഞ്ഞിട്ട് മറ്റൊരു തലമുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചൊക്കെയുള്ള അറിവ് ലഭിക്കുക എന്നതാണ് ജ്ഞാനം, സോഫിയ എന്ന വാക്കുകൊണ്ട് പ്രധാനമായിട്ടും ഗ്രീക്ക് ഫിലോസഫേഴ്സ് അർത്ഥമാക്കിയിരുന്നത്. चिंतक जो हैं वो इस सोफिया का अर्थ इस प्रकार से बताते हैं कि एक मनुष्य के जन्म और उसका जीवन और उसके अंत के सारी बातें, उसकी जो जानकारियां हैं, उसे सोफिया के अंतर्गत रखा जाता है. അപ്പം അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച്, ജനനത്തെക്കുറിച്ച്, പിന്നെ മരണത്തെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ തോട്ട്സ്, ചിന്തകൾ കൊണ്ടുവന്ന് ഇങ്ങനെ പുതിയത് അവതരിപ്പിക്കുമ്പോൾ അത് ജ്ഞാനത്തിന്റെ പുതിയ മേഖലകളായിട്ട് ആണ് ഈ ഗ്രീക്ക് ഫിലോസഫിയിൽ അവർ റിസീവ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അംഗീകരിച്ചിരുന്നത്. जन्म, मनुष्य के जन्म, जीवन और उसके अंत के विषय में बहुत सारी बातों को, बहुत सारे विचारों का समावेश करके वो उस बारे में जो चिंतक थे, यूनानी चिंतक थे, वो इसे समझाते थे. അപ്പൊ ഓരോ ഫിലോസഫേഴ്സിനും അവരുടേതായ ചിന്താഗതികൾ, കോൺട്രിബ്യൂഷൻസ് ഈ ജ്ഞാനം എന്ന വിഷയം സംബന്ധിച്ചുണ്ടായിരുന്നു. സോക്രട്ടീസ് അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി കൊണ്ടുവരുന്നു, പ്ലേറ്റോ അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി കൊണ്ടുവരുന്നു, അരിസ്റ്റോട്ടില് അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി കൊണ്ടുവരുന്നു. അങ്ങനെ ഈ ഗ്രീക്ക് തത്വചിന്തകളുടെ ഒക്കെ സ്വാധീനമുള്ള ഓരോരുത്തരും അവരുടെ വ്യത്യസ്തമായ ജ്ഞാനത്തെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടുവരുമായിരുന്നു. जैसे उदाहरण के तौर पे हम समझ सकते हैं, सोक्रेटिस अपने विचारधारा रखते थे, प्लेटो अपनी विचारधारा रखते थे. इस प्रकार से जो ग्रीक चिंतक थे वो लोग अपनी अपनी विचारधारा को ज्ञान के संबंध में रख करके समझाते थे. അപ്പോൾ അവർ പറഞ്ഞു വെച്ചിരുന്ന ഒരു ചിന്താധാര അല്ലെങ്കിൽ ജ്ഞാനം സംബന്ധിച്ചിട്ടുള്ള ഒരു ചിന്താധാരയുടെ ഒരു വേർഷൻ ആണെങ്കിൽ ഒരു സ്ട്രീമാണ് നാം എപ്പോഴും കേൾക്കാറുള്ള ജ്ഞാനവാദം അല്ലെങ്കിൽ നോസ്റ്റിസിസം എന്ന് പറയുന്നത്, നോസ്റ്റിക് ചിന്താഗതി. इन सारे जो चिंतक थे, फिलोसोफर थे, उनके सारे विचारधारा को ही हम कहते हैं ज्ञानवाद या नोस्टिसिज्म. അപ്പം നോസ്റ്റിസിസവും അല്ലെങ്കിൽ ജ്ഞാനവാദ ചിന്താഗതികളും മനുഷ്യന്റെ ജീവിതത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവന്റെ ജനനം, ജീവിതം, മരണം, മരണാനന്തര ജീവിതത്തെ കുറിച്ചൊക്കെ ഒരു ചിന്ത നൽകാനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട്. ये जो ज्ञानवाद है वो मनुष्य के जीवन को की व्याख्या करता है. പക്ഷെ ആ ചിന്തകൾ ദൈവിക വചനത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെയുള്ള വെളിപ്പാടിന്റെ ചിന്തകൾക്കെതിരായി നിൽക്കുന്നത് കൊണ്ടാണ് പൗലോസും യോഹന്നാനും ഒക്കെയുള്ള എഴുത്തുകാർ ഈ ജ്ഞാനവാദ അല്ലെങ്കിൽ നോസ്റ്റിക് ചിന്താഗതികളെ വിമർശിച്ചുകൊണ്ട് തങ്ങളുടെ പുസ്തകങ്ങളിൽ എഴുത്തുകൾ എഴുതാൻ കാരണമായത്. ये जो मनुष्य ज्ञानवाद है ये बाइबल की विचारधारा से बिल्कुल अलग है
इसलिए ही पौलोस इसकी आलोचना करते हैं या इस बात के बारे में बात करते हैं। അപ്പൊ ഇങ്ങനെ പുതിയൊരു ജ്ഞാനവാദം, ജ്ഞാന ചിന്ത, ഒരു വിസ്ഡം തോട്ട് കൊണ്ടുവരുമ്പോ ഗ്രീക്കുകാര് പ്രധാനപ്പെട്ട 3 രീതികളിലാണ് ആ ഒരു പുതിയ തോട്ടിനെ അവർ റിസീവ് ചെയ്തിരുന്നത്. इस प्रकार के ग्रीक लोग जो हैं, यूनानी लोग जो हैं, वो 3 प्रकार से इसको उन्होंने ग्रहण किया था. അവര് പറയണത് ഒരു ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ഒരു പുതിയ വിസ്ഡം, നമുക്ക് ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു പുതിയ അറിവ് ഒരു മനുഷ്യന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ 3 ഘടകങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് അവർ പറയുന്നു. ഒന്ന്, അതിനൊരു എയ്സ്തെറ്റിക് മാറ്റർ ഉണ്ട്. എയ്സ്തെറ്റിക് മാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സൗന്ദര്യ ബോധം ആ ചിന്തയ്ക്കുണ്ടായിരിക്കും, ഒരു സൗന്ദര്യ ബോധം. एक नई जानकारी ग्रहण करने के लिए 3 बातें उसमें होती हैं. पहली बात है कि सुंदरता का भान होना या ज्ञान होना. എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആളുകളെ വശീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു സൗന്ദര്യ ബോധം ആ ചിന്തയ്ക്കകത്തുണ്ടാകും എന്ന് ഗ്രീക്ക് ചിന്തകന്മാർ പ്രചരിപ്പിച്ചിരുന്നു. ये जो ग्रीक चिंतक थे, वे लोग कहते थे कि एक नई जानकारी को ग्रहण करने के लिए उसमें एक सौंदर्य होना चाहिए. അപ്പം ഇത് ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് കടക്കാൻ തക്കവണ്ണം വശീകരണത്തിന്റെ ഒരു സൗന്ദര്യ ബോധത്തോടുകൂടി അവതരിപ്പിക്കാൻ തക്കവണ്ണം ഇതിങ്ങനെ അവര് വളരെ കളർഫുൾ ആയിട്ടാണ് ഈ പുതിയ ചിന്തകൾ അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. मनुष्य को वशीकृत करने के लिए ये लोग अपनी विचारधारा को बहुत ही रंगीन बना करके प्रस्तुत करते थे. ഇനി അവർ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് അത് പ്രൊജക്റ്റബിൾ ആയിരിക്കും എന്ന് അവർ പറയണത്. പ്രൊജക്റ്റബിൾ എന്ന് പറഞ്ഞാല് മറ്റൊരാളുടെ മുമ്പിൽ അതിനെ പ്രദർശിപ്പിച്ച് കാണിക്കാൻ പറ്റും. അതെന്താണ് ഞാൻ പറഞ്ഞത് എന്നുള്ളതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും എന്ന് അവർ ചിന്തിച്ചിരുന്നു. वे लोग सोचते थे कि उस विचारधारा को वो प्रदर्शित कर सकते हैं या उसका प्रदर्शन कर सकते हैं. പിന്നെ മൂന്നാമത് അവര് കരുതിയിരുന്നത് ഇത് ഹ്യൂമൻ സോൾ ഓറിയന്റഡ് ആണ്. ഹ്യൂമൻ സോൾ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തുള്ള ആത്മാവിനാൽ തന്നെ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനാൽ തന്നെ ഇതിനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കാം എന്നും ഈ ഫിലോസഫേഴ്സ് ചിന്തിച്ചിരുന്നു. ये चिंतक ये सोचते थे कि इसे हम अपने मनुष्य के अंदर की आत्मा के द्वारा ही इसे हम ग्रहण कर सकते हैं. ചുരുക്കി പറഞ്ഞാൽ പുതിയൊരു ജ്ഞാനം അല്ലെ പുതിയൊരു ഐഡിയ, ഒരു തോട്ട്, ഒരു കൺസെപ്റ്റ് ഒരു മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഒന്ന് ആ മനുഷ്യനിൽ വശീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു സൗന്ദര്യ ബോധം ആ തോട്ടിലുണ്ടാകും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അത് പ്രദർശിപ്പിച്ച് മറ്റൊരാളുടെ എക്സ്പീരിയൻസ് ആക്കി കൊടുക്കാൻ തക്കവണ്ണം പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 3, നമ്മുടെ സാധാരണ മനസ്സുകൊണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ചിന്താഗതി ആയിരിക്കും അത്. ആ ചിന്ത എന്നത് പൊതുവെ ഗ്രീക്ക് തത്വചിന്തകന്മാർ മുൻപോട്ട് കൊണ്ടുവച്ച ആശയങ്ങളായി. ग्रीक चिंतक सोचते थे कि जो नई जानकारी है या नई योजना है, नए विचार है, उसे समझने के लिए एक तो उसको दूसरों को वशीकृत करने के लिए उसमें सौंदर्य बोध होना चाहिए, उसे प्रदर्शित किया जा सके. तीसरा, हम अपनी आत्मा के द्वारा उसे ग्रहण कर सके. ഇവിടെ ഈ ചിന്താഗതികൾ നിൽക്കുമ്പോഴാണ് ഏറ്റവും മഹത്തായ ജ്ഞാനം, വിസ്ഡം എന്ന് പറഞ്ഞ് പൗലോസ് ഒരു പുതിയ തോട്ട് ഈ കൊരിന്ത്യ പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിലേക്ക് അവതരിപ്പിക്കുകയാണ്. जब ये सारी बातें थी तभी पौलोस ने कहा कि एक नया ज्ञान है करके वो यहूदियों के लिए या यहूदियों के सामने या कुरिन्थिय नगरी में इस बात को वो प्रचलित करते हैं. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ 2-ാം അധ്യായം മുഴുവനും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഞാൻ ഒറ്റ വാക്കിൽ അങ്ങ് പറയാം. എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്ന ജ്ഞാനം, അവതരിപ്പിക്കുന്ന ജ്ഞാനം? ആ ജ്ഞാനം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. അതാണ് ഇവിടെ പൗലോസ് എടുത്തു കാണിക്കുന്ന ജ്ഞാനം. पौलुस किस ज्ञान के बारे में बता रहे थे, वो इसे हम एक लाइन में समझ सकते हैं या सारांश में समझ सकते हैं कि पौलुस जो है वो जिस ज्ञान के बारे में बात कर रहे हैं वो है क्रूस पर चढ़ाए हुए मसीह को सबके सामने प्रदर्शित करना.
അങ്ങോട്ടുള്ള വഴിയിലേക്ക് നമ്മൾ വരുമ്പോ നമുക്ക് ഇവിടെ 2-ാം അധ്യായത്തിലെ പൗലോസിന്റെ പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ പൗലോസിന്റെ സുവിശേഷീകരണ പദ്ധതിയുടെ അദ്ദേഹം അവതരിപ്പിക്കുന്ന മെത്തേഡിന്റെ 3 കാര്യങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. പൗലോസിന്റെ പ്രസംഗത്തിന്റെ 3 സവിശേഷതകൾ, 3 നേച്ചറുകൾ, ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. अगला हम देखने जा रहे हैं कि पौलुस के प्रचार की 3 मुख्य प्रमुख बातें. അതിൽ ഒന്നാമത്തെ കാര്യം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പോൾ തന്നെ പറയുകയാണ്, he preached in simplicity. അവൻ സിംപ്ലിസിറ്റിയിൽ നിന്നുകൊണ്ടാണ് തന്റെ വിഷയം അവതരിപ്പിക്കുന്നത്. पहला गुण है 2 अध्याय का पहला वचन, जिसमें बहुत ही सरल तरीके से अपना प्रचार करते हैं, समझाते हैं. മലയാളത്തിലെ വാക്ക് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്ക വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. 2 अध्याय का पहला वचन, और हे भाइयों, जब मैं परमेश्वर का भेद सुनाता हुआ तुम्हारे पास आया तो वचन या ज्ञान की उत्तमता के साथ नहीं आया. ഞാൻ നിങ്ങളുടെ അടുക്ക് വന്നപ്പോൾ വളരെ ലളിതമായി തന്നെ, സിമ്പിൾ ആയിട്ട് തന്നെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. वो कहते हैं कि मैं जब तुम्हारे बीच में हूं तो मैं आपके पास जब हूं तो मैं इस वचन को बहुत ही सरल तरीके से प्रचार करना चाहता हूं. അതിൽ പ്രത്യേകമായിട്ട് പൗലോസ് എടുത്തു പറയുന്നു, 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. दूसरे वचन में, क्योंकि मैंने ये ठान लिया था कि तुम्हारे बीच यीशु मसीह वरन क्रूस पर चढ़ाई हुए मसीह को छोड़ और किसी बात को ना जानूं. നിർണയിച്ചു എന്ന് പറഞ്ഞ ഫോർ ഐ ഡിസൈഡഡ്, ഞാൻ സ്വയം തീരുമാനമെടുത്തു. എന്തെടുത്തു? ക്രൈസ്റ്റിനെ കുറിച്ച് പറയാനല്ലാതെ, ക്രൈസ്റ്റിന്റെ ക്രൂസിഫിക്ഷനെ കുറിച്ച് പറയാനല്ലാതെ വേറൊന്നിനും വേണ്ടി ഞാൻ സമയം എടുക്കത്തില്ല എന്ന് പറഞ്ഞ് സ്വയം പൗലോസ് ഡിസൈഡ് ചെയ്തു. यहाँ पे पौलुस ने ठान लिया है कि मैं यीशु मसीह या क्रूस पर चढ़ाए हुए मसीह को छोड़ करके कोई दूसरी बात नहीं बोलूंगा. അത് പറയാനായിട്ടൊരു കാരണമുണ്ട് കേട്ടോ. അത് പറയാനുള്ള കാരണം അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. പൗലോസ് ഈ കൊരിന്തിലേക്ക് വരുന്നത് ഏതൻസ് കഴിഞ്ഞിട്ടാണ് കൊരിന്തിലേക്ക് വരുന്നത്. इसके लिए कारण है, इस कारण को हम पाते हैं प्रेरितों के कार्य 17 अध्याय के 22वें वचन से आगे हम पढ़ेंगे. तो पौलुस जो है वो कोरिन्थ में कहां से आए? एथेंस से होकर के वो कोरिन्थ में आए. അപ്പൊ ഏതൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രീക്കുകാരുടെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്. ധാരാളം തത്വചിന്തകളും മതചിന്തകളും പിന്നെ ഗ്രീക്ക് മതത്തിന്റെ ഒരു തലസ്ഥാനം എന്ന് തന്നെ പറയാവുന്ന ഒരു പട്ടണമാണ് ഏതൻസ് എന്ന് പറയുന്ന പട്ടണം. हमें मालूम है कि एथेंस जो है वो ग्रीस में है. तो वहां पे बहुत सारे तत्व चिंतक, खासतौर पे यूनान के बड़े बड़े तत्व चिंतक वहीं रहते हैं. അപ്പോ അഥേന അഥവാ ഏതൻസ് എന്ന് പറഞ്ഞ പട്ടണത്തിലേക്ക് പൗലോസ് എത്തുമ്പോ അദ്ദേഹം അവിടെ ഒരു ആ മെസ്സേജ്, സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഒരു ടാക്ടിക് അവിടെ അദ്ദേഹം യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഏതൻസ് പട്ടണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അരയോപക കുന്നിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അവിടെ കണ്ട ഒരു വിഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനകത്തു നിന്നും ഫിലോസഫിക്കൽ ആയിട്ടുള്ള തത്വചിന്താപരമായിട്ടുള്ള ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. यहाँ पर हम पाते हैं कि वो जब अथेने में है तो वहां पर वो एक बड़ी मूर्ति के सामने खड़े होकर के वहां पर वो एक फिलोसफिकल बात यानी कि तत्वज्ञान से संबंधित बातों को कह करके अपना प्रचार शुरू करते हैं. പക്ഷെ ആ ഫിലോസഫിക്കൽ തോട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത വലിയൊരു പ്രസംഗം കഴിയുമ്പോൾ ആ പ്രസംഗത്തിന്റെ ഒടുവിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും ഈ പൗലോസ് ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു റിസൾട്ട് ആ പ്രസംഗത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ പ്രസംഗം ഒരു പരാജയമായിരുന്നു. जब हम इसको इस बहुत बड़े इस प्रचार के बाद में, बहुत लंबे चौड़े प्रचार के बाद में हम ये पाते हैं कि इसका कुछ पौलुस ने प्रचार तो किया
लेकिन इसका कुछ परिणाम नहीं निकला, यहाँ पे उनकी पराजय ही हुई थी। അതുവരെ ഉണ്ടാകാത്ത വലിയ ചാലഞ്ചസ് പൗലോസിന്റെ മുമ്പിൽ വന്നു, വലിയ വെല്ലുവിളികൾ ഉണ്ടായി. പിന്നെ സമൂഹം തന്നെ വളരെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ഉണ്ടാക്കേണ്ടതായിട്ട് വന്നു. തത്വത്തിൽ ആ മെസ്സേജ് ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് പോളിന് മനസ്സിലായി. इतने बहुत सारे चैलेंज का सामना करना पड़ा और खासतौर पे इस प्रचार के बाद में वो उन्हें बहुत कुछ झेलना पड़ा, तो हम कह सकते हैं कि वो पराजित हुए वहां। ഒരു പക്ഷെ ആ ഒരു ചിന്ത മനസ്സിൽ കിടന്നതുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെങ്കിൽ ആ ഒരു അനുഭവം മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കാം കൊരിന്തിലേക്ക് വരുമ്പം പൗലോസ് ഒരു തീരുമാനം എടുക്കുകയാണ്. ഹി ഡിസൈഡഡ്, അവൻ തീരുമാനം എടുക്കുകയാണ്, ഇനി സുവിശേഷം പറയുന്നതിന് ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ടേമിന്റെ സപ്പോർട്ട് എനിക്ക് വേണ്ട, മതപരമായ ചിന്തകളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട, തത്വചിന്തകളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട, മറിച്ച് ഞാൻ നേരിട്ട് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നു. इसी वजह से पौलुस ने ठान लिया कि मैं ना तो तत्वज्ञान से संबंधित कोई बात कहूंगा, ना ही मैं अध्यात्म से संबंधित कोई बात कहूंगा, सिर्फ मैं क्रूस पर चढ़ाए हुए मसीह के बारे में ही बोलूंगा। ഇന്നും നമുക്ക് ധാരാളം പ്രസംഗങ്ങൾ കാണാം, വളരെ തത്വശാസ്ത്രപരമായ പ്രസംഗങ്ങൾ, ആധികാരികത നിറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ. പക്ഷെ പലതും കേൾവിക്കാർക്ക് പോലും മനസ്സിലാകുന്നില്ല എന്നതാണ് ഒരു സത്യം. आज भी हम बहुत इस प्रकार से प्रचार पाते हैं जिसमें तत्वज्ञान की बात होती है, बहुत बड़ी बड़ी बातों को उसमें परोसा जाता है, लेकिन वास्तविकता यह है कि सुनने वालों को ये बातें समझ में नहीं आ रही है। പൗലോസ് തന്നെ പറയുക, ജ്ഞാനത്തിന്റെ പ്രസംഗങ്ങൾക്ക് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പറ്റത്തില്ല. ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ലളിതമായ ഭാഷയിൽ സുവിശേഷം കൈമാറണം എന്ന വസ്തുത, സത്യം പൗലോസ് പോലും മനസ്സിലാക്കിയിരിക്കുന്നു. पौलुस को ये समझ में आ गया कि ज्ञान से भरी हुई बातें किसी व्यक्ति को परिवर्तित या उसके हृदय को नहीं बदल सकती, बल्कि सरल तरीके से बोला गया सुसमाचार ही किसी व्यक्ति को बदल सकता है। സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ അത് പറഞ്ഞ് മുൻപോട്ട് പോവുക. യൂസ് സിമ്പിൾ ലാംഗ്വേജ് ടു ഷെയർ ദ വേർഡ് ഓഫ് ഗാഡ്. നമ്മുടെ സിമ്പിൾ ആയ ലാംഗ്വേജ്, വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയ ലാംഗ്വേജ് ഉപയോഗിക്കുക. तो इसे हम इस प्रकार से समझ सकते हैं कि जब भी हम सुसमाचार प्रचार करते हैं तो बहुत ही सिंपल लैंग्वेज में या सरल भाषा में उसे समझाना चाहिए। ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷ പ്രഭാഷകൻ എന്ന് പറയുന്നത് ഡോക്ടർ ബില്ലി ഗ്രഹാം ആയിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷ പ്രഭാഷകൻ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കണം. വളരെ സിമ്പിൾ ആണ്, വളരെ ലളിതമായ ലാംഗ്വേജിൽ വളരെ സിമ്പിൾ ആയിട്ട് ഗോസ്പൽ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നു. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെ യേശുവിനെ അറിയാനിടയായത്. ग्राम एक ऐसे सुसमाचार प्रचारक थे, उनके समान दुनिया में अभी तक ऐसा कोई प्रचारक नहीं हुआ, क्योंकि वो इतने साधारण तरीके से हमें समझ में आने वाली भाषा में समझाते थे। इस वजह से बहुत से लोग उनके प्रचार को सुनकर मसीह में आए। അപ്പൊ ഒന്നാമത്തെ ചിന്ത, പൗലോസ് നമുക്ക് നൽകുന്ന പാഠം, ഹി പ്രീച്ച്ഡ് ഇൻ സിംപ്ലിസിറ്റി. അവൻ വളരെ സിംപ്ലിസിറ്റിയിൽ നിന്നുകൊണ്ട് ലളിതമായിട്ട് സുവിശേഷം പങ്കുവെക്കുന്നു. അപ്പൊ നമുക്കും സുവിശേഷത്തെ ലളിതമായിട്ട് തന്നെ മനസ്സിലാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കൈമാറാനായിട്ട് കഴിയട്ടെ. पौलुस कहते हैं कि बहुत ही सरल भाषा में सुसमाचार का प्रचार करना चाहिए, तो वो प्रचार कर रहे हैं, तो हमें भी इसी प्रकार से सुसमाचार का प्रचार करना चाहिए। ഇനി രണ്ടാമത്തെ ചിന്ത, പൗലോസ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പാഠം 3-ാമത്തെ വാക്യത്തിലാണ്. പൗലോസ് അവിടെ പറയുന്നുണ്ട്, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. अगला जो गुण है वो 3रे वचन में है, और मैं निर्बलता और भय के साथ और बहुत थरथराता हुआ तुम्हारे साथ रहा. he speaks in weakness and fear. അവന്റെ ബലഹീനതയിലും ഭയത്തിലും നിന്നുകൊണ്ടാണ് അവൻ സുവിശേഷം പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. पौलुस कहते हैं कि मैं बहुत निर्बलता और भय के साथ थरथराता हुआ सुसमाचार का प्रचार कर रहा हूँ. ശ്രദ്ധിക്കുക, പൗലോസ് പ്രസംഗിക്കുന്ന കാര്യത്തിൽ പേടിയുള്ളവനായിരുന്നു എന്നല്ല വാക്കിനർത്ഥം. പ്രസംഗിക്കുന്ന കാര്യത്തിൽ അവൻ വീക്ക് ആയിരുന്നു എന്നല്ല ഇതിനർത്ഥം.
പ്രസംഗിക്കുന്ന കാര്യത്തിൽ താൻ പറയുന്ന സന്ദേശത്തെ കുറിച്ച് അവന് കോൺഫിഡന്റ് ഇല്ലായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. താൻ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് പ്രസംഗിച്ചു കഴിയുമ്പോൾ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയൊന്നും ആയിരുന്നില്ല ഇവിടെ പൗലോസിനുണ്ടായിരുന്നത്. बात को आप ध्यान से समझिए कि जब वो प्रचार करते थे तो वो प्रचार करने से डरते नहीं थे और ना ही वो प्रचार करने में निर्बल थे या उनको इस प्रकार का कोई भय नहीं था. പൗലോസ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. സുവിശേഷം പ്രസംഗിക്കുന്നത് ഞാൻ അതിന് ദാസനായിട്ട് ഏറ്റെടുക്കുകയാണ്. സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ് തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നതിൽ പൗലോസിന് പേടിയില്ല, ഭയമില്ല. पौलुस खुद कहते हैं कि सुसमाचार प्रचार करने में मुझे लज्जा नहीं आती, मैं सुसमाचार प्रचार नहीं करूं तो उनकी दशा, यानी कि उन्हें प्रचार करना पसंद था, उन्हें कोई लज्जाजनक बात वो नहीं मानते थे. പക്ഷെ 3-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ആൻഡ് ഐ വാസ് വിത്ത് യു ഇൻ വീക്ക്നെസ് ആൻഡ് ഇൻ മച്ച് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. ഞാൻ വീക്ക്നെസ്സിലായിരുന്നു, ഞാൻ ഭയത്തിലായിരുന്നു നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ശുശ്രൂഷിച്ചത്. लेकिन तीसरे वचन में पौलुस स्वयं कह रहे हैं कि मैं निर्बलता, भय और बहुत थरथराता हुआ तुम्हारे साथ रहा. അതെന്തിനാ പൗലോസ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? പൗലോസ് ഇവിടെ പറയുന്നത് എനിക്ക് പ്രസംഗിക്കാൻ പേടിയുണ്ട് എന്നല്ല, പക്ഷേ ഞാൻ എപ്പോഴൊക്കെ ദൈവവചനം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, ദൈവവചന പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കുമോ, അപ്പോഴൊക്കെ എൻ്റെ അകത്തൊരു ഭയമുണ്ട്, എൻ്റെ അകത്തൊരു ബലഹീനത നിറയുന്നുണ്ട്, എൻ്റെ അകത്തൊരു ബഹുമാനം നിറയുന്നുണ്ട്, ഒരു പേടി, ഭയം നിറയുന്നുണ്ട്. അതെന്തിനോടുള്ളതാ? ഞാൻ എടുക്കുന്ന മെസ്സേജിന്റെ വലിപ്പത്തെ കുറിച്ചുള്ള ഒരു ഭയം എൻ്റെ അകത്തെപ്പോഴും ഉണ്ട്. तो पौलुस का कहना है कि जो विषय लेकर के मैं प्रचार करता हूँ उसके संबंध में मेरे मन में एक भय है, क्योंकि वो विषय इतना बड़ा है, मैं उसे सही तरीके से बोल रहा हूँ या आदर दे पा रहा हूँ, ऐसा सोच करके वो भय खाते थे. ഒരു യജമാനന്റെ വാക്ക് കേട്ട് അനുസരിച്ച് അത് ചെയ്യാൻ നിൽക്കുന്ന ഒരു സെർവന്റ്, ഒരു സ്ലേവ് എങ്ങനെ ബഹുമാനത്തോടെ ഭയഭക്തിയോടെ യജമാനന്റെ മുമ്പിൽ നിൽക്കുന്നുവോ അതുപോലെ തന്നെയാണ് സുവിശേഷം പ്രസംഗിക്കാനൊക്കെ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നത്. एक मालिक के सामने नौकर किस प्रकार उनकी आज्ञा का पालन करने के लिए खड़ा रहता था, उसी प्रकार पौल कहते हैं कि मैं सुसमाचार प्रचार में मैं रहता हूँ. ചുരുക്കം പറഞ്ഞാൽ ഈ സുവിശേഷ പ്രഭാഷണം നടത്തുമ്പോൾ, സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം വരെ സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിച്ചതല്ലേ എന്നുള്ള കോൺഫിഡന്റിനകത്ത് ഓവർ കോൺഫിഡന്റ് ബാധിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണെന്നുള്ള എക്സ്പീരിയൻസിന്റെ പുറത്ത് നിന്നുകൊണ്ട് ആധികാരികതയോടെ പ്രസംഗിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ വഹിക്കുന്ന ദൗത്യം വലുതാണെന്നും ഏറ്റെടുത്തിരിക്കുന്ന മെസ്സേജ് അത് ഏറ്റവും വലുതാണെന്നുമുള്ള ഭയത്തോടെ, ഭക്തിയോടെ, വിറയലോടെ, ബഹുമാനത്തോടെ ശുശ്രൂഷ നിർവഹിക്കണം. അതാണ് പൗലോസ് നമുക്ക് നൽകുന്ന പാഠം. संक्षेप में हम कह सकते हैं कि उन्हें इस बात का अनुभव, प्रचार का अनुभव तो है, लेकिन उसके लिए वो ज्यादा आत्मविश्वास नहीं रखते या ओवर कॉन्फिडेंस में नहीं रहते. वो कहते हैं कि मैंने जिस विषय को जब मैं वहन कर रहा हूँ उसको पूरे उत्तरदायित्व के साथ मैं उसका पालन करूं और उसका प्रचार सही तरीके से करूं, इसे सोच करके वो भय खाते हैं. കാരണം പൗലോസ് പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് ദൈവത്തിന്റെ സാക്ഷ്യമാണ്. 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് ദൈവത്തിന്റെ സാക്ഷ്യമാണ്. कारण यह है कि वो जो बोल रहे हैं, जो वचन जिसका वो प्रचार कर रहे हैं, वो परमेश्वर की गवाही है, ये सोचते हैं. वो पहले वचन में लिखा है. അത് ടെസ്റ്റിമണി ഓഫ് ഗോഡ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു ചില ട്രാൻസ്ലേഷനിൽ അത് മിസ്റ്ററി ഓഫ് ഗോഡ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം മിസ്റ്ററി എന്ന വാക്കാണ് ഗ്രീക്ക് ലാംഗ്വേജ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ഏറ്റവും മഹത്തായ മർമ്മത്തെയാണ്, മിസ്റ്ററിയാണ് പൗലോസ് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. किसी ट्रांसलेशन में गवाही पद है और कहीं कहीं पे मिस्ट्री या रहस्य या भेद है. यहाँ पे हिंदी बाइबल में लिखा है मैं परमेश्वर का भेद सुनाता हूँ. മാത്രമല്ല ആ മിസ്റ്ററി റിവീൽ ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, അത് പ്രസംഗിക്കാൻ തക്കവണ്ണം ഒരു യോഗ്യതയും എനിക്കില്ല എന്നുള്ളതും
പൗലോസ് വിളിച്ചു പറയുന്നത് നമ്മൾ 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നാം പഠിച്ചതാണ്. ബലഹീനനായ കുലഹീനനായ ഒന്നിനും കൊള്ളാത്ത എന്നെയും കൂടെ അത് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ചിന്ത കൂടെ പൗലോസിന്റെ മനസ്സിലകത്തുണ്ട്. कारण यह है कि पौलुस पहले अध्याय में खासतौर पे वो बोलते हैं कि मैं इस गवाही या उस रहस्य का प्रचार करने के योग्य नहीं था, मैं कुलहीन था, मैं ज्ञानहीन था, मैं बलहीन था, ऐसा कह करके वो इस बात को स्वीकार करके प्रचार करते हैं. അതുകൊണ്ടാ പൗലോസ് പറയുന്നത് എനിക്ക് അറിവുകളുണ്ട്, പ്രസംഗിച്ച അറിവുണ്ട്, പ്രഭാഷണം നടത്തിയ അറിവുണ്ട്, സുവിശേഷം പറഞ്ഞ് പങ്കുവെച്ചിട്ടുള്ള അറിവൊക്കെ എന്റെ മനസ്സിലുണ്ട്. പക്ഷേ അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഓരോ പ്രാവശ്യവും സുവിശേഷം പങ്കിടാൻ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഭയത്തോടെ, ഭക്തിയോടെ, വിറയലോടെ അർഹിക്കുന്ന എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ടാണ് സുവിശേഷ പ്രഭാഷണത്തിന് ഞാൻ എഴുന്നേൽക്കുന്നത്. वो कहते हैं कि मुझे अनुभव तो है, मैंने बहुत जगह प्रचार भी किया है, लेकिन हर जगह किसकी गवाही है ये सोच करके वो भय के साथ प्रचार करते हैं. ഇനി മൂന്നാമത്തെ ചിന്ത, ഒന്നാമത്തെന്ന് പറഞ്ഞത് അദ്ദേഹം പ്രസംഗിച്ചത് സിമ്പിൾ ആയിട്ടാണ് പ്രസംഗിച്ചത്. രണ്ടാമത്തത് ഭയഭക്തിയോടെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞത് he preached the gospel not only by the word but by the power of Holy Spirit. വെറും ഒരു വാക്കായിട്ട് പ്രസംഗിക്കുകയായിരുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ അധികാരത്തോടെയാണ് പ്രസംഗിച്ചത്. और देखिए, पहली बात वो कहते हैं कि मैं बहुत ही सरल तरीके से प्रचार करता हूँ, दूसरी बात कहते हैं कि भय और भक्ति के साथ प्रचार करते हैं, तीसरी बात वो कहते हैं सिर्फ मैं शब्दों के मायाजाल में नहीं फंसाता, बल्कि आत्मा की सामर्थ्य से मैं प्रचार करता हूँ. 4-ാം വാക്യത്തിലാണ് നമുക്ക് ഇതിന്റെ റെഫറൻസ് കിട്ടുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ സ്പീച്ച് എന്ന് പറയുന്നത്, എന്റെ മെസ്സേജ് എന്ന് പറയുന്നത് അത് പ്ലൗസിബിൾ വേർഡ്സ് ഓഫ് വിസ്ഡം ആയിരുന്നില്ല, ജ്ഞാനത്തിന്റെ വലിയ വലിയ വാക്കുകളായിരുന്നില്ല, വശീകരണത്തിന്റെ വാക്കുകളായിരുന്നില്ല, മറിച്ച് ഇറ്റ് വാസ് എ ഡിമോൺസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിന്റെയും ശക്തിയുടെയും ഒരു ഡിമോൺസ്ട്രേഷൻ, ഒരു പ്രൊജക്ഷൻ എന്റെ മെസ്സേജിനകത്ത് ഉണ്ടായിരുന്നു. चौथे वचन में यह कहते हैं कि और मेरे वचन और मेरे प्रचार में ज्ञान की लुभावने वाली बातें नहीं, परंतु आत्मा और सामर्थ्य का प्रमाण था. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഈ 3 വിഷയങ്ങളെയും പൗലോസ് ഡിപ്പെൻഡ് ചെയ്തത്? സിമ്പിൾ ആയിട്ട് പ്രസംഗിച്ചത് എന്തിനാണ്? 2 ഭയത്തോടെ പ്രസംഗിച്ചത് എന്തിനാണ്? 3 പരിശുദ്ധാത്മാവിന്റെ ഹെൽപ്പോടെ പ്രസംഗിച്ചത് എന്തിനാണ്? ഈ 3 വിഷയങ്ങൾക്കും കാരണം എന്തെന്ന് പൗലോസ് 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? മനുഷ്യന്റെ ജ്ഞാനം വിശ്വസിക്കുന്നത് പോലെയല്ല, ദൈവത്താൽ തന്നെ വിശ്വസിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ 3 രീതികൾ പൗലോസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. पौलुस क्यों अपने प्रचार में इन तीनों बातों का समावेश करते थे? वो कहते हैं कि आप इसे विश्वास कीजिए. इसलिए ഞാൻ മുമ്പ് പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറയാം. ഈ ഗ്രീക്ക് ചിന്തകന്മാരെന്താ പറഞ്ഞത്? ഒരു പുതിയ ജ്ഞാനം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സൗന്ദര്യബോധം ഉണ്ടാവണം, പിന്നെ അതൊന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ പറ്റണം, 3 മനുഷ്യ മനസ്സുകൊണ്ട് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവാലോചന, ദൈവത്തിന്റെ സുവിശേഷം കൈമാറുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കണമെന്നും പിന്നെ അത് മറ്റുള്ളവർക്ക് പ്രൊജക്ട് ചെയ്ത് ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് കിട്ടണമെന്നും ദൈവത്തിന്റെ ആത്മാവിനാൽ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഉറപ്പിക്കണമെന്നുള്ള ചിന്ത കൂടെ പൗലോസിന്റെ പ്രസംഗത്തിനകത്തുണ്ടായിരുന്നു. जैसे हमने पहले सीखा कि जो यूनानी तत्वज्ञानी लोग हैं वो कहते थे कि आप किसी चीज को जब बोलते हो तो उसमें सौंदर्य बोध होना चाहिए, या लुभावने वाली बातें होनी चाहिए, या फिर उसे प्रदर्शित कर सके हम, या फिर वो मनुष्य की आत्मा में वो चीजें समझ में आए. तो पौलुस इस बात का ध्यान रखते थे. അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടെ പൗലോസ് ഇങ്ങനെ പ്രസംഗിക്കാനുള്ള മറ്റൊരു കാരണം കൂടി എന്ന് പറയാവുന്നത്, ഈ അക്കാലത്തൊക്കെ അധ്യാപകര്, ഇതുപോലെ പൗലോസിനെ പോലെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരു പട്ടണത്തിലേക്ക് വരുമ്പോ ആ പട്ടണത്തില് ആദ്യം ഇവരുടെ ക്ലാസ് ഉണ്ടെന്നുള്ള ഒരു പ്രചരണം ആദ്യം കൊടുക്കും, ഒരു ഇൻവിറ്റേഷൻ എല്ലാവർക്കും വേണ്ടി കൊടുക്കും. प्रकार से जब ये किसी शिक्षक या
प्रचार करने वाले जब किसी शहर में जाते थे तो वो लोग सब लोगों को पहले निमंत्रण देते थे। ആ ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോ അവരാദ്യം ചെയ്യുന്നത് തങ്ങൾ പ്രസംഗിക്കാൻ പോകുന്ന പട്ടണം ഏതാണോ ആ പട്ടണത്തെ കുറിച്ച് ആദ്യം നല്ല കുറെ വാക്കുകൾ പറയും. എന്നിട്ടാണ് ആ പട്ടണത്തിൽ ഞാൻ ഇന്ന ചിന്ത പ്രഭാഷണം നടത്താൻ പോകുന്നു എന്ന് എല്ലാവരെയും അറിയിക്കുന്നത്. सबसे पहले अगर वो किसी शहर में जा रहे हैं तो शहर के बारे में कुछ अच्छी अच्छी बातें बोलते, उसके बाद फिर वो कहते कि मैं इस बात का प्रचार करने जा रहा हूँ। ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ലയിൽ തൃശ്ശൂര് എന്തെങ്കിലും ഒരു സാംസ്കാരിക സമ്മേളനം, ഒരു ആർട്ട് ഫോം നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാംസ്കാരിക സമ്മേളനം നടക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നമുക്കറിയാം വണ്ടിയിലൊക്കെ ഇങ്ങനെ മൈക്കൊക്കെ വെച്ച് കെട്ടി അവരിങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരിക്കും, കേരളത്തിന്റെ സാംസ്കാരിക മണ്ണായ തലസ്ഥാനമായ തൃശ്ശൂർ വെച്ച് ഒരു പുതിയ ആർട്ട് ഫോം രൂപം കൊള്ളുന്നു, അത് അവതരിപ്പിക്കുന്നു എന്ന രീതിയിലായിരിക്കും ആ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ആ പ്രചാരണം നടക്കുന്നത്. उदाहरण के तौर पे अगर किसी बड़े शहर में किसी सांस्कृतिक कार्यक्रम का आयोजन किया जाना है तो लोग इसका प्रचार करते हैं कि संस्कार की भूमि में किसी भी एक जगह का नाम लेकर के आज यहाँ पे एक कार्यक्रम प्रस्तुत किया जा रहा है, ऐसा कह करके लोग प्रचार करते हैं। അപ്പൊ ഇങ്ങനെ മനോഹരമായി അവതരിപ്പിച്ച് കഴിയുമ്പോൾ ആ പ്രഭാഷണം കേൾക്കാൻ, ആ തത്വചിന്ത കേൾക്കാൻ ആരെങ്കിലും ശിഷ്യന്മാര് വന്നിരുന്നാൽ മാത്രമേ ഈ അധ്യാപകന് പഠിപ്പിക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ അവർ മറ്റൊരു പട്ടണം തേടി പോകുമായിരുന്നു. इस प्रकार से प्रचार के बाद अगर कोई शिष्य आकर के उनकी बात सुनता तभी ये लोग अपनी बात रखते थे, नहीं तो किसी दूसरे शहर में चले जाते थे। പക്ഷെ ഇവിടെ പൗലോസ് പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ പറയുകയാണ്, എനിക്ക് പറയാനായിട്ട് തത്വചിന്തകളൊന്നുമില്ല, എസ്തെറ്റിക് ആയിട്ടുള്ള ചിന്താഗതി, വശീകരിക്കാൻ തക്കവണ്ണം സൗന്ദര്യബോധമുള്ള ചിന്തകളൊന്നുമില്ല. ഞാൻ ആകെ പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് പ്രസംഗിക്കുന്നത്. അത് മനുഷ്യൻ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതും എന്റെ രണ്ടാമത്തെ വിഷയമാണ്. അതല്ല എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏറ്റവും ലളിതമായി, ഏറ്റവും സിമ്പിളായി എന്നെ കേൾക്കുന്ന അവസാനത്തെ ആൾക്ക് വരെ മനസ്സിലാകുന്ന നിലയിൽ അത് അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം എന്ന് പൗലോസ് ഇവിടെ ബോധ്യമാക്കുന്നു. यहाँ पौलुस अपनी बात को स्पष्ट करते हैं कि मैं ना तो लुभावने वाली बातों से किसी को, या इसमें कोई तत्व ज्ञान भरी बातें नहीं है, और ना ही इसमें किसी चीज का प्रदर्शन हो रहा है। और मुझे ये बात भी पसंद नहीं कि कितने लोग इसे स्वीकार करें, कितने लोग अस्वीकार करें, पर मैं जिस बात का प्रचार कर रहा हूँ उसको बहुत ही सरल तरीके से और भय भक्ति के साथ और आत्मा की सामर्थ के साथ मैं प्रचार करना चाहता हूँ। यही मेरा लक्ष्य है। അതുകൊണ്ട് പൗലോസ് പറയുന്നു, മനുഷ്യന്റെ ജ്ഞാനമായിട്ട് മനസ്സിനകത്ത് കേറ്റുന്ന ഒരു ചിന്താഗതി പോലെയല്ല, മറിച്ച് ദൈവത്തിന്റെ ശക്തിയോടെ തന്നെ ഈ പൗലോസ് പറയുന്ന പ്രസംഗം മനുഷ്യന്റെ ഉള്ളിൽ എത്തണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു എന്ന് 4ാമത്തെ വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. चौथा वचन हमें ये सिखाता है कि जो बातें पौलुस कह रहे हैं वो मनुष्य के ज्ञान से नहीं, लेकिन आत्मा की सामर्थ से मनुष्य के अंदर जाए, ये बात वो चाहते थे। ഇനി പൗലോസ് ഒരു ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 4ാമത്തെ വാക്യത്തിൽ നിന്ന് അടുത്തൊരു ഭാഗത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 6ാമത്തെ വാക്യം മുതൽ പൗലോസ് പറയുന്നുണ്ട്, ജ്ഞാനം, ഈ ലോകത്തിന്റെ ജ്ഞാനമുണ്ട്, അത് ഞാൻ തള്ളിക്കളയുന്നില്ല. ഈ മാനുഷികമായ ഒരു ജ്ഞാനമുണ്ട്, ഒരു ഹ്യൂമൻ വിസ്ഡം ഉണ്ട്, വേൾഡ്ലി വിസ്ഡം ഉണ്ട്, അത് തള്ളുന്നില്ല. പക്ഷേ അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ദൈവിക ജ്ഞാനം ഉണ്ട്, ദൈവിക ജ്ഞാനമുണ്ട്. 6वें वाक्य में जब हम आए तो इसमें पौलुस कहते हैं कि संसार का ज्ञान तो है, मैं उसे अलग नहीं कर रहा हूं, लेकिन उससे परे भी एक ज्ञान है, परमेश्वर का ज्ञान है। പക്ഷെ ആ ജ്ഞാനം എവിടെ പഠിപ്പിക്കാൻ പറ്റുന്നത്, ആ അറിവ് ആർക്കാ കൊടുക്കാൻ പറ്റുന്നത്? പൗലോസ് പറയുന്നു 6ാം വാക്യത്തിൽ, തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നത്. മച്വർ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ, മച്യൂരിറ്റി പ്രാപിച്ചവരുടെ ഇടയിൽ ഞങ്ങൾ ആ ജ്ഞാനം സംസാരിക്കുന്നു. पौलुस कहते हैं उस ज्ञान का प्रचार हमें कहाँ करना है? 6वें वचन में लिखा है, सिद्ध लोगों में हम ज्ञान सुनाते हैं। ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഇവിടെ ഈ മച്വർ ആയ ആളുകൾ എന്നൊക്കെ പറയുന്നത് ദൈവസഭയിലെ അംഗങ്ങളെ കുറിച്ച്, എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ സമ്പൂർണരായ, പെർഫെക്റ്റ് ആയ, മച്യൂരിറ്റി പ്രാപിച്ച ആളുകളെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്.
ये सिद्ध लोग या मैच्योर लोगों का पद किसके लिए यूज किया गया है, किसके लिए इस्तेमाल किया गया है? ये कलीसिया के लोगों के लिए इस्तेमाल किया गया है जो विश्वास में सिद्ध है। അപ്പൊ ഇവിടെ യേശു ക്രിസ്തുവാണ് പ്രസംഗ വിഷയം, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവാണ് പ്രസംഗ വിഷയം. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ വെളിപ്പാട് ഒരു മിസ്റ്ററി ആയിരുന്നു എന്ന് പൗലോസ് പറയുന്നു. ആ മിസ്റ്ററി ആയിട്ടുള്ള മെസ്സേജ് ലോകത്തിന് മുമ്പിൽ ജ്ഞാനമായിട്ട് അവതരിപ്പിക്കുകയാണ്. यहाँ पर प्रचार का जो विषय है वो है क्रूस पर चढ़ाए हुए यीशु मसीह। ये एक रहस्य था, उस रहस्य को ज्ञान के साथ पौलुस लोगों के सामने बता रहे हैं। അപ്പൊ ആ യേശു ക്രിസ്തു എന്ന് പറയുന്ന രഹസ്യം, മിസ്റ്ററി, ആ മർമ്മം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ രണ്ട് രീതികളാണ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത്. जब इस रहस्य को यीशु मसीह के क्रूस मृत्यु को जब समझा रहे हैं, इसे समझाने के लिए दो बातों का फिर से उपयोग कर रहे हैं। ഒന്നാമത്തത് കെരിഗ്മ എന്നുള്ളതാണ്. കെരിഗ്മ അഥവാ പ്രൊക്ലമേഷൻ. കെരിഗ്മ എന്ന പദം നമുക്ക് കാണാം. കെരിഗ്മ. इसके लिए दो पदों का इस्तेमाल किया गया है। पहला है केरिग्मा या फिर व्याख्यान करना। കെരിഗ്മ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുകയാണ്, പ്രൊക്ലെയിം ചെയ്യുകയാണ്. ഏതാണ്? ഈ ഗുഡ് ന്യൂസ്, മുമ്പ് പറഞ്ഞ സുവിശേഷം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം, മറഞ്ഞു കിടന്ന സന്ദേശം, പിതാവ് വെളിപ്പെടുത്തി തന്ന സന്ദേശം ലോകത്തെല്ലാവരോടും പ്രൊക്ലെയിം ചെയ്യുകയാണ്. അതാണ് കെരിഗ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. केरिग्मा का अर्थ यह है कि प्रचार करना, दुनिया में जितने लोग हैं सब लोगों को इसके बारे में बताना। അപ്പൊ കെരിഗ്മ എന്നതിനകത്ത് ഉൾക്കൊള്ളുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലുണ്ടായിരുന്ന കാലത്തെക്കുറിച്ച്, ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ റിസറക്ഷനെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നതാണ് ആ ഒരു പ്രഭാഷണം കെരിഗ്മ എന്നതിൽ ഉൾക്കൊള്ളുന്നത്. केरिग्मा में किन किन बातों का समावेश है? यीशु मसीह के जन्म, यीशु मसीह जब पृथ्वी पर थे, इस धरती पर थे, तो उनका जीवन किस प्रकार से था, उनका पुनरुत्थान और फिर से वो वापस आएंगे, दूसरे आगमन के बारे में बताना ही करिग्मा के अंदर करिग्मा कहलाता है। അപ്പൊ അതൊരു പ്രസംഗമാണ്, അതൊരു പ്രഭാഷണമാണ്. ये प्रचार है, ये एक व्याख्यान है। ഇനി അതിനകത്ത് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഡിഡാക്കെ ആണ്. ഡിഡാക്കെ, DIDACH, ഡിഡാക്കെ. दूसरा है डिडाके। ഡിഡാക്കെ എന്ന് പറഞ്ഞാൽ, ഡിഡാക്കെ എന്ന വാക്കിന്റെ അർത്ഥം ടീച്ചിങ്സ് എന്നാണ്, പഠിപ്പിക്കുക. ടീച്ചിങ് എന്നുള്ളതാണ്, പഠിപ്പിക്കുക. डिडाके का अर्थ है शिक्षा देना। അപ്പൊ ടീച്ചിങ് എന്ന് പറയുമ്പം മുമ്പ് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ, ഏതാ? പൊതുവിൽ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ. ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം, കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം. കെരിഗ്മ എന്ന് പറഞ്ഞാൽ പരസ്യയോഗ പ്രസംഗം, അല്ലെ കൺവെൻഷന്റെ പ്രസംഗം. ഡിഡാക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പഠിക്കുന്ന പോലെയുള്ള ബൈബിൾ ക്ലാസ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. हम इस प्रकार से समझ सकते हैं, करिग्मा का अर्थ है यानी कि दूसरे लोगों के सामने, सब लोगों के सामने प्रचार करना, और डिडाके का अर्थ है जैसे कि बाइबल की शिक्षा, जैसे अभी हम बाइबल सीख रहे हैं ऐसे ही। അപ്പം കെരിഗ്മ അഥവാ പ്രഭാഷണം, പരസ്യയോഗങ്ങൾ, കൺവെൻഷനുകൾ, പൊതുവിൽ പ്രസംഗിക്കുമ്പോൾ നമ്മളിങ്ങനെ ആധികാരികമായിട്ട് ലേഖനങ്ങളിലെ വിശേഷപ്പെട്ട വിഷയങ്ങളൊന്നും എടുത്ത് പഠിപ്പിച്ച് പ്രസംഗിക്കാറില്ല. അവിടെ പൊതുവായിട്ട് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച്, ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച്, ക്രിസ്തുവിലൂടെ ലോകത്തിന് മുഴുവൻ ലഭിച്ച രക്ഷയെക്കുറിച്ചാണ് നമ്മൾ പൊതുവിൽ പ്രസംഗിക്കാറുള്ളത്. എന്നാൽ ഡിഡാക്കയിലേക്ക് വരുമ്പോൾ, ബൈബിൾ സ്റ്റഡിയിലേക്ക് വരുമ്പോൾ, പഠിപ്പിക്കുന്നതിലേക്ക് വരുമ്പോൾ, ക്രിസ്തു ജനിച്ചത് എന്തിനായിരുന്നു, ക്രിസ്തു ജീവിച്ചത് എന്തിനായിരുന്നു, ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകതകൾ എന്താണ്, ആ മരണത്തിന്റെ മർമ്മം എന്താണ്, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഉരുവായിട്ടുള്ള റിസൾട്ട് എന്താണ്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഡീപ്പായിട്ട് നമ്മൾ ഡിഡാക്കയിൽ പഠിക്കുന്നു, അവിടെ പഠന വിധേയമാക്കുന്നു. जैसे कि अगर सबके सामने सार्वजनिक रूप से जब प्रचार करते हैं तो सिर्फ उद्धार की बातें बताते हैं, लेकिन डिडाके में यानी कि जब हम क्लास लेने जैसे पढ़ाते हैं या शिक्षा देते हैं तो हर बात को बहुत गहराई से समझाते हैं कि मसीह क्यों इस दुनिया में आए, उनके पुनरुत्थान का क्या उद्देश्य था, क्या है कारण, ये सारी बातों को बहुत गहराई से समझाते हैं.
അപ്പൊ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കെരിഗ്മയെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്, അഥവാ പുറത്തുള്ള പൊതുവിലുള്ള പ്രസംഗങ്ങളെ കുറിച്ച്. 6-ാമത്തെയും 7-ാമത്തെയും വാക്യം ഡിഡാക്കയെ കുറിച്ചാണ് പറയണത്, ചർച്ചിന്റെ അകത്തുള്ള പഠിപ്പിക്കലുകളെ കുറിച്ചാണ് പറയുന്നത്. 1 से लेकर 6 तक के जो वचन है वो करिग्मा के अंतर्गत है, यानी कि किस प्रकार से सार्वजनिक रूप से प्रचार किया जाता है। 6वां और 7वां वचन जो है वो डिडाके के लिए या कलीसिया के अंदर किस प्रकार किया जाता है। അപ്പൊ പൊതുവിൽ പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെ രക്ഷ എന്ന മർമ്മം എന്ന രഹസ്യം പ്രഖ്യാപനം ചെയ്യുന്നു. ഡിഡാക്കയിലേക്ക് വരുമ്പോൾ ചർച്ചിനകത്ത് പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്ന വിഷയത്തിന്റെ ആഴമായ പഠിപ്പിക്കൽ സഭയ്ക്കകത്ത് പഠിപ്പിക്കുന്നു. जब सार्वजनिक रूप से प्रचार करते हैं तो यीशु मसीह के द्वारा उद्धार पाना मुख्य विषय होता है, लेकिन डिडाके या चर्च के अंदर जब प्रचार करते हैं तो उसी उद्धार को बहुत ही गहराई से समझाते हैं। അപ്പോ 6-ാം വാക്യത്തില് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അത് ഏത് ജ്ഞാനമാണ്? അത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. അവിടെ പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. 6वें वचन में सिद्ध लोगों में हम ज्ञान सुनाते हैं, परंतु इस संसार का और इस संसार के नाश होने वाले हाकिमों का ज्ञान नहीं। മറിച്ച് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്ന ഈ ജ്ഞാനം 7-ാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിന്റെ ജ്ഞാനമാണ്, ദൈവത്തിന്റെ ജ്ഞാനം. यहाँ पे 7वें वचन में पौलुस कहते हैं कि जिस ज्ञान का हम प्रचार करते हैं वो परमेश्वर का गुप्त ज्ञान है। ആദ്യ ഭാഗത്തുനിന്ന് ഒരു സെന്റൻസ് വീണ്ടും കടമെടുത്ത് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു, മനുഷ്യൻ ഉണ്ടാക്കുന്ന ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്? അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ജ്ഞാനവാദി തത്വചിന്തകൻ ഒരു ജ്ഞാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ അകത്ത് മനുഷ്യന്റെ ജീവിതം എന്താണ്, മനുഷ്യന്റെ രീതികൾ എന്താണ്, മനുഷ്യന്റെ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്, മരണാനന്തര ജീവിതം ഉണ്ടെങ്കിൽ അത് എന്താണ് എന്ന കാര്യങ്ങളെ കുറിച്ച് മാനുഷികമായ ഒരു ജ്ഞാനം ആ മനുഷ്യൻ കൊടുക്കുന്നു. എന്നാൽ ഇവിടെ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ കുറിച്ച്, അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നു, അതാണ് ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത്. इस तरह से भी समझ सकते हैं, अगर कोई तत्वज्ञानी जैसे अरिस्टोटल अगर कोई ज्ञान की बात कहते हैं तो वो मनुष्य के जन्म, जीवन और उसके अंत के बारे में मनुष्य के मानसिक ज्ञान की बातें बताएंगे। लेकिन अगर परमेश्वर के ज्ञान को बताना है तो परमेश्वर को एक मनुष्य के जन्म से, जीवन से और बाद में उसके पुनरुत्थान से क्या उद्देश्य है, इस बात की जानकारी देंगे। അപ്പോൾ മനുഷ്യനായി ഒരുവൻ രൂപപ്പെടുത്തിയെടുത്ത ജ്ഞാനം നടപ്പിലാക്കാനും അത് പ്രസംഗിക്കാനും അത് പഠിപ്പിക്കാനും ഒക്കെ അവന്റെ പിന്നിൽ കുറെ ശിഷ്യന്മാരുണ്ടാകും എന്നതുപോലെ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ ജ്ഞാനം പഠിപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്തവരാണ് ഈ പൗലോസും സഭയും എന്ന വിഷയമാണ് പൗലോസ് ഇവിടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. मनुष्य के ज्ञान का प्रचार करने के लिए या सांसारिक ज्ञान का प्रचार करने के लिए जिस व्यक्ति को ने उसका आरंभ किया उसके कुछ चेले होंगे और वो चेले लोग उसका प्रचार करेंगे। उसी प्रकार परमेश्वर के ज्ञान के प्रचार करने के लिए परमेश्वर स्वयं नियुक्त करते हैं, वो लोग इसका प्रचार करते हैं। तो पौलोस और दूसरे प्रेरित लोग हैं, उन्हें परमेश्वर ने इसके लिए नियुक्त किया था। ഇവിടെ ഹ്യൂമൻ വിസ്ഡത്തിന്റെ അഥവാ വേൾഡ്ലി വിസ്ഡത്തിന്റെ, ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ വ്യത്യാസവും ദൈവജ്ഞാനത്തിന്റെ വ്യത്യാസവും എന്താണ് എന്ന് പൗലോസ് വീണ്ടും പറയുന്നുണ്ട്. यहाँ पे सांसारिक ज्ञान और परमेश्वर के ज्ञान में क्या अंतर है, ये बातें पौलुस फिर से समझाते हैं. മനുഷ്യൻ ഉണ്ടാക്കുന്ന ജ്ഞാനം അത് ആ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങുന്ന കാലത്ത്, അവന് ചിന്താബോധങ്ങൾ ഉറയ്ക്കുന്ന ഒരു കാലത്ത് അവൻ ചിന്തിച്ചുണ്ടാക്കിയ ഒരു ചിന്തയാണ് മനുഷ്യൻ ഉണ്ടാക്കുന്ന ജ്ഞാനം. मनुष्य का ज्ञान जो है वो पैदा होने के बाद जब वो सोचने लायक हुआ
तब उसने सोच करके जिस ज्ञान की सृष्टि की वो ही है मनुष्य का ज्ञान। ഇപ്പോൾ ഗ്രീക്ക് തത്വചിന്തകന്മാരിൽ ഒരാൾ ഉണ്ടാക്കിയ ജ്ഞാനം എന്നതാണെങ്കിൽ അത് അവൻ ജനിച്ചു കുറച്ചു നാൾ കഴിഞ്ഞ് ചിന്തിക്കാൻ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞിട്ട് ചിന്തകളിലൂടെ രൂപപ്പെടുത്തിയെടുത്ത ഒരു 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 തോട്ട് മാത്രമായിരിക്കും ആ ജ്ഞാനം എന്ന് പറയുന്നത്. जैसे उदाहरण के तौर पे ग्रीक चिंतक जो हैं, जब वो पैदा होते हैं, जब वो सोचने लायक होते हैं, तो उनके दिमाग में जब ज्ञान की बातें होती है, वो उस विचारधारा को आगे बढ़ाते हैं। वो सिर्फ एक विचार है। അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അവർ നശിച്ചു പോകും. इसीलिए पौलुस इस पद का उपयोग करते हैं, संसार के नाश होने वाले हाकिमों का ज्ञान। എന്നാൽ ഇവിടെ ദൈവജ്ഞാനത്തിന്റെ വ്യത്യാസം പൗലോസ് പറയുന്നു. ദൈവജ്ഞാനം ഒരു മനുഷ്യനുണ്ടായി അവന് ചിന്തിക്കാൻ തുടങ്ങിയ കാലത്തുണ്ടായതല്ല ദൈവജ്ഞാനം. പൗലോസ് എന്ന് പറയുന്നയാള് ജനിച്ച് പൗലോസ് ചിന്തിക്കാൻ തുടങ്ങിയ കാലത്തുണ്ടായതല്ല ദൈവജ്ഞാനം. ദൈവജ്ഞാനം എന്താണെന്ന് 7-ാം വാക്യത്തിൽ പറയുന്നു. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമാണ് ദൈവത്തിന്റെ ജ്ഞാനം. ലോക സൃഷ്ടിക്ക് മുൻപേ ഈ പ്രസംഗിക്കുന്ന പൗലോസ് അടക്കമുള്ളവർ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ ഉണ്ടായതാണ് ദൈവത്തിന്റെ ജ്ഞാനം. 7वें पद में पौलुस इसे स्पष्ट करते हैं कि परमेश्वर ने सनातन से जगत की सृष्टि से पहले ये जो परमेश्वर का वो गुप्त ज्ञान और भेद की रीति है उसे हमारी महिमा के लिए ठहराया है। परमेश्वर ने ऐसा कह रहे हैं पौलुस। ചുരുക്കത്തിൽ പറഞ്ഞ എന്നെ കുറിച്ച് മറ്റൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ ചിന്തകളെ കുറിച്ച് ചിന്താബോധം ഉണ്ടാകുന്ന കാലത്തെ അദ്ദേഹത്തിന് എന്നെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ, ഞാൻ ആരാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ദൈവത്തിന് ഞാൻ ഉണ്ടാകുന്നതിന് മുൻപ്, ചിന്തിക്കുന്ന ഏത് മനുഷ്യനും ഉണ്ടാകുന്നതിന് മുൻപ്, എന്റെ സൃഷ്ടിക്ക് മുമ്പ്, ഈ പ്രപഞ്ചത്തിന്റെ ഒക്കെ സൃഷ്ടിക്ക് മുമ്പ് ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും ഞാൻ ആകും എന്നുമുള്ള ഉറപ്പ് ദൈവത്തിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ പേരാ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത്. जैसे उदाहरण के तौर पे दास के बारे में अगर कोई सोचते हैं तो उनके जन्म के बाद ही उनके बारे में जो है वो बातें जो दिख रही हैं उन्हीं बातों को सोच सकते हैं। लेकिन परमेश्वर का ज्ञान ऐसे नहीं है। जगत की सृष्टि से पहले हम क्या होंगे, कैसे होंगे, ये सारी बातें परमेश्वर का ज्ञान है, उसके अंतर्गत आती हैं ये बातें। അപ്പൊ പൗലോസ് പറയാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു തത്വചിന്തയല്ല, എന്റെ ഫിലോസഫി അല്ല, ഇത് ദൈവത്തിന്റെ ഫിലോസഫിയാണ്. ദൈവത്തിന്റെ ഫിലോസഫി ഏതാ? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു അഥവാ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, യേശുവിന്റെ ക്രൂശീകരണത്തിലൂടെയുള്ള രക്ഷ. അത് എന്റെ ഫിലോസഫി അല്ല, അത് ദൈവത്തിന്റെ ചിന്തയാണ്, ദൈവത്തിന്റെ ജ്ഞാനമാണ്. पौलुस कहते हैं ये कोई मेरी फिलोसफी नहीं है या ये कोई मेरा तत्व ज्ञान नहीं है, ये परमेश्वर का ज्ञान है। क्रूस पर चढ़ाए हुए मसीह का ज्ञान, जिसके द्वारा मसीह के द्वारा उद्धार पाते हैं, वही है परमेश्वर का ज्ञान। അപ്പോൾ യേശു ക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷ എന്ന പദ്ധതി പൗലോസ് പറയുന്നു 8-ാം വാക്യം, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. यीशु मसीह के द्वारा जो ये उद्धार है इसे दुनिया ने नहीं जाना। इसे बताने के लिए 8वें पद में इस प्रकार से लिखा है, जिसे इस संसार के हाकिमों में से किसी ने नहीं जाना। ഇവിടെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ. ഇംഗ്ലീഷിൽ നൺ ഓഫ് ദ റൂളേഴ്സ് ഓഫ് ദിസ് ഏജ്, ഈ കാലഘട്ടത്തിന്റെ റൂളേഴ്സ് എന്ന പദം ഉപയോഗിക്കുന്നു. यहाँ पे इस संसार के हाकिम शब्द का इस्तेमाल किया गया है इसमें। ഇവിടെ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ട്, തത്വചിന്തകൾ കൊണ്ട്, ഫിലോസഫി കൊണ്ട് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ജ്ഞാനത്തിന്റെ പ്രഭുക്കന്മാരെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. दुनिया के हाकिम या संसार के हाकिम का अर्थ क्या है? उन्हें इस दुनिया का दुनियावी ज्ञान प्राप्त है, वो फिलोसोफर होंगे या वे तत्वज्ञानी होंगे, तो उनका ज्ञान इस प्रकार से है, ये बताते हैं पौलुस। ലളിതമായിട്ട് പറഞ്ഞാൽ പൗലോസ് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, എനിക്ക് മുമ്പ് ഈ ഗ്രീക്ക് ലോകത്ത് ജീവിച്ച ഏതെങ്കിലും തത്വചിന്തന്മാർ, ഏതെങ്കിലും ജ്ഞാനികൾ യേശുക്രിസ്തുവിലൂടെ രക്ഷ എന്ന വിഷയം അറിഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ പറയുന്നു അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. पौलुस कहते हैं कि मुझसे पहले अगर ये जो
हाकिम है, अगर इस चीजों को, उस भेद को, रहस्य को वो समझ जाते तो तेजोमय प्रभु को वे क्रूस पर ना चढ़ाते। ഇവിടെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന പദത്തിന്റെ അർത്ഥം അക്ഷരികമായി യേശുവിന്റെ കൈകൾ കാലുകളിൽ ആണിയടിച്ച് ക്രൂശിക്കുന്ന വിഷയത്തെ കുറിച്ചല്ല പറയുന്നത്. ഈ തത്വചിന്തകൾ കൊണ്ട്, ജ്ഞാനവാദങ്ങൾ കൊണ്ട് യേശുവിനെ അവർ ക്രൂശിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾക്ക് വിധേയമാക്കുകയില്ലായിരുന്നു. ये क्रूस पर चढ़ाने का अर्थ ये नहीं है कि उन्हें क्रूस पर ठोका जाए या कीले लगाया जाए। इसका अर्थ यह है कि वो अपने ज्ञान के द्वारा और तार्किक प्रश्न पूछ करके इस प्रकार से यीशु मसीह के क्रूस को वो नकारते नहीं। നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഇപ്പോഴത്തെ കാലത്താണ് സോഷ്യൽ മീഡിയയിലിട്ട് അവനെ അങ്ങ് ക്രൂശിക്കുകയാണെന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാല് അവൻ പറഞ്ഞ വാക്കുകള്, ചിന്തകളെ വല്ലാതെ അപമാനപ്പെടുത്തി അതിനെതിരെ പ്രസംഗിച്ച് പ്രസ്താവനകൾ ഇറക്കി ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന രീതി, ക്രൂശിച്ചു കളയുക എന്നൊരു പദപ്രയോഗം ഇവിടെ ഉപയോഗിക്കുന്നു. അത് തന്നെ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ഫിലോസഫർമാരാരും യേശു ക്രിസ്തുവിന്റെ ഒരു ചിന്താഗതികളെയും ചോദ്യം ചെയ്യുകയില്ലായിരുന്നു. जैसे कि आजकल हम जिस पद का इस्तेमाल करते हैं उसे लोगों ने सबने मिलकर के उसे क्रूस पर चढ़ा दिया, या सबने मिलकर के उसका इतना अपमान किया, उसे इतना सताया, तो हम खास तौर पे किसी व्यक्ति को बातों के द्वारा सताने को इस प्रकार का पद हम उपयोग में लाते हैं। तो यहाँ पर पौलुस कह रहे हैं कि अगर वो समझ जाते इस संसार के हाकिम, तो वो तेजोमय प्रभु को क्रूस पर ना चढ़ाते। അങ്ങനെ ആർക്കും അറിയാൻ പറ്റിയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി പഴയ നിയമത്തിൽ നിന്ന് ഒരു കോട്ടിങ് പൗലോസ് ഇവിടെ എടുക്കുക. ये बताने के लिए कि उन्हें ये समझ में नहीं आया था, पुराने नियम से एक वचन उद्धृत कर रहे हैं. അത് 9ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. तो 9वें वचन में पौलुस कहते हैं, जैसे लिखा है कि जो आंख ने नहीं देखी और कान ने नहीं सुना और जो बातें मनुष्य के चित्त में नहीं चढ़ी, वे ही है जो परमेश्वर से प्रेम रखने वालों के लिए तैयार की है. മലയാളികൾ ഏറ്റവും അധികം മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഒരു വാക്യമാണ് ഈ വാക്യം. लोग गलत तरीके से समझाते हैं. ഈ പ്രത്യേകിച്ചും പ്രോഫറ്റ്സ് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തില് തോന്നിയിട്ടുമില്ല. खासतौर पे भविष्यवक्ता इस पद का इस्तेमाल करते हैं कि परमेश्वर ने जो रखा है, परमेश्वर अपने प्रेम करने वालों के लिए जो चीजें रखी हैं वो ना तो किसी ने देखा है और ना किसी ने सुना है. നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ്, ദൈവം ഒരുക്കിയിട്ടുള്ള ഒന്നും കണ്ണും കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. जब प्रार्थना करते हैं तो इन्हीं पदों का उपयोग करते हैं कि परमेश्वर ने जो अपने प्रेम करने वालों के लिए रखा है उसे ना तो किसी आंख ने देखा, ना कान ने सुना है, ना किसी ने ग्रहण किया है. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരർത്ഥം ഈ വാക്യത്തിനില്ല എന്ന ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. तो हम जिस प्रकार से इसे समझते हैं, ऐसी बातें इसमें नहीं है, इसे समझना जरूरी है. രണ്ട് വാക്യങ്ങളുടെ കോട്ടിംഗ് ആണ് ഈ വാക്യം. അതൊന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം അതിന്റെ 4ാമത്തെ വാക്യമാണ്. ഐസയ്യ 64:4, 64 4ാമത്തെ വാക്യം. यहाँ पे दो वाक्यों को एक साथ मिला के लिखा गया है. पहला है यशायाह नबी की पुस्तक 64वें अध्याय का 4था वचन. അവിടെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. यहाँ पे 64वें वचन के 4थे वचन में इस प्रकार लिखा है, क्योंकि प्राचीन काल से ही तुझे छोड़ कोई और ऐसा परमेश्वर ना तो कभी देखा गया और ना कान से उसकी चर्चा सुनी गई, जो अपनी बाट जोहने वालों के लिए काम करे. ആ വാക്കിന്റെ അർത്ഥം, വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ പോലെ വേറൊരു ദൈവത്തെ കുറിച്ചും ആരും കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നാണ് ആ വാക്കിനർത്ഥം. वाक्य का अर्थ ऐसा है कि एक ऐसा परमेश्वर है जो इस प्रकार से काम करता है जिसे ना तो आज तक किसी ने सुना है ना ही देखा है.
ഇനി അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ 65:17 ഐശയ്യ 65:65 അവിടെയും നമ്മൾ ഇങ്ങനെ രണ്ടാം ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമി സൃഷ്ടിക്കുന്നു, മുമ്പിലെത്തവ ആരും ഓർക്കുകയുമില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. एक समान वचन और है, वो है यशायाह नबी की पुस्तक 65वें अध्याय का 17वां वचन, क्योंकि देखो मैं नया आकाश और नई पृथ्वी उत्पन्न करता हूँ और पहली बातें स्मरण ना रहेगी और सोच विचार में भी ना आएगी. അപ്പൊ ചുരുക്കത്തിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് മുമ്പ് ആരും കണ്ടിട്ടില്ലെന്നും കേട്ടിട്ടില്ലെന്നും ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തും തോന്നിയിട്ടില്ല എന്നുമാണ് ഈ വാക്യം അർത്ഥമാക്കുന്നത്. इस प्रकार से इसे समझा जा सकता है कि परमेश्वर प्रेम करने वालों से जिस प्रकार से काम, उनके लिए जिस प्रकार से काम करते हैं, उसे ना तो किसी ने उसके बारे में कोई सोच सकता है और ना ही उसे ग्रहण कर सकता है, ना ही समझ सकता है. അല്ലാതെ നമുക്ക് വേണ്ടി നാളെ തരാൻ പോകുന്ന ഒരു കാറ് ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്നല്ല. ഒരു കാറ് നമ്മുടെ കിട്ടണമെങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സിനകത്തും ഐഡിയ മുഴുവൻ ഉണ്ടായി അവൻ അതിന്റെ നട്ടും ബോൾട്ടും പാർട്സും അടക്കം മനുഷ്യന്റെ മുമ്പിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. एक ऐसे परमेश्वर है जो अलग अलग तरीके से काम करते हैं, यही इसमें बताया गया है. അങ്ങനെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ചിന്താഗതിയിലുണ്ടായ ആ മർമ്മം, ആ രഹസ്യം ഇപ്പൊ എന്ത് ചെയ്തു? 10ാം വാക്യത്തിൽ പറയുന്നു, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. 10वें वचन में हम पाते हैं कि इस प्रकार से काम करने वाले परमेश्वर को हम किस प्रकार समझ सकते हैं, परंतु परमेश्वर ने उनको अपने आत्मा के द्वारा हम पर प्रकट किया. അപ്പൊ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി നിർത്താൻ പറ്റത്തില്ല. ഇപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. अब हम ये नहीं कह सकते कि किसी को समझ में नहीं आ रहा, लेकिन इसमें लिखा हुआ है कि हम परमेश्वर की आत्मा के द्वारा ये हम पर प्रकट हुआ है. അപ്പൊ വ്യത്യസ്തമായി ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ആരും കേട്ടിട്ടില്ലാത്ത രീതിയിൽ, ആരും ഗ്രഹിച്ചിട്ടില്ലാത്ത രീതിയിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ അറിയണമെങ്കിൽ, ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് അറിയണമെങ്കിൽ ആത്മാവിൽ മാത്രമേ മനസ്സിലാകൂ എന്ന് പൗലോസ് പഠിപ്പിക്കുക. प्रकार से अलग अलग काम करने वाले परमेश्वर को अगर समझना है तो परमेश्वर की आत्मा हमें मिली है, तभी हम उसे समझ सकते हैं. ആ ആത്മാവ് അകത്തില്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ, ജ്ഞാനികളായ പ്രഭുക്കന്മാർ, ജ്ഞാനത്താൽ പ്രഭുക്കന്മാരായവർക്ക് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാതെ പോയത്. दुनिया के हाकिमों को या संसार के हाकिमों के पास उस परमेश्वर की आत्मा नहीं है, इसलिए वो क्रूस पर चढ़ाए हुए यीशु मसीह को समझ नहीं पाए. ചുരുക്കി പറഞ്ഞാൽ ദൈവാത്മാവ് അകത്തുള്ളവനെ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് അറിയാൻ പറ്റൂ. संक्षेप में इस प्रकार समझ सकते हैं, जिसके पास परमेश्वर की आत्मा है वही परमेश्वर की योजनाओं को समझ सकता है. അതിന് പൗലോസ് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. 11ാമത്തെ വാക്യത്തിലാണ് ആ ഉദാഹരണം. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരാ അറിയുന്നത്? 11वें पद में पौलुस एक उदाहरण दे रहे हैं, मनुष्य में से कौन किसी मनुष्य की बात जानता है? केवल मनुष्य की आत्मा जो उसमें है. എന്റെ അകത്തൊരു സോൾ ഉണ്ട്, എന്റെ അകത്തൊരു ഒരു ആത്മാവുണ്ട്. ഞാൻ എന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളത് വേറൊരു മനുഷ്യാത്മാവിന് മനസ്സിലാകുകയല്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്റെ മനസ്സിൽ ഞാൻ എന്തൊക്കെ ചിന്തിക്കണമെന്ന് ഈ ഇരിക്കുന്ന ആർക്കും മനസ്സിലാവത്തില്ല. मनुष्य के अंदर एक आत्मा है और जो मनुष्य जो बातें सोचते हैं वो किसी दूसरे को ये बात समझ में नहीं आती, केवल हम स्वयं ही समझ सकते हैं.
അത് തന്നെയാ പൗലോസ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ അകത്ത് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്താണെന്ന് അവന്റെ ആത്മാവിനെ അല്ലാതെ വേറെ ഒരാൾക്കും അത് പ്രകടമായി മാറുന്നില്ല. फिर भी पौलुस कहते हैं कि एक आदमी क्या सोच रहा है, क्या विचार कर रहा है, वो केवल वही समझ सकता है। उसकी स्वयं की आत्मा ही उसे समझ सकती है, दूसरा कोई नहीं समझ सकता। ഇവിടെ രണ്ട് വാക്കുകൾ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മലയാളത്തില് ആത്മാവ് ആത്മാവ് എന്നൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ട് പദങ്ങൾ പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് സൂഖെ എന്ന വാക്കാണ്. സൂഖെ എന്ന വാക്ക് ഗ്രീക്കിലെ സൂഖെ എന്ന വാക്ക് PSUCHE സൂഖെ എന്ന വാക്ക്, അതാണ് ഈ മനുഷ്യന്റെ അകത്തുള്ള ആത്മാവിനെ കുറിച്ച് ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക്. രണ്ടാമത് ഉപയോഗിക്കുന്ന ദൈവാത്മാവ് എന്ന വാക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ന വാക്ക്, ആത്മാവ് എന്ന വാക്ക് ന്യൂമ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ന്യൂമ. यहाँ पे हम अपने ट्रांसलेशन में हम केवल आत्मा आत्मा समझते हैं, लेकिन ग्रीक में इसे दो पदों से बताया गया है, एक तो सूके और न्यूमा। അപ്പോ എന്റെ അകത്തൊരു ആത്മാവുണ്ട്, എന്റെ അകത്ത് ഒരു ജീവൻ അല്ലെങ്കിൽ ആത്മാവുണ്ട്. ആ ആത്മാവ് എന്തൊക്കെ ചിന്തിക്കണമെന്ന് വേറൊരു മനുഷ്യനെ കൊണ്ട് പോലും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല. तो हम मनुष्य के अंदर एक आत्मा है, वो जो मनुष्य जो सोच रहा है वो दूसरा मनुष्य भी उसको नहीं समझ सकता। അങ്ങനെയാണെങ്കിൽ ദൈവം ചിന്തിക്കുന്നത് എങ്ങനെയാ മറ്റൊരാൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക? अगर ऐसा है तो परमेश्वर जो सोच रहे हैं, जो योजना रख रहे हैं, उसे कोई दूसरा कैसे समझता है? പക്ഷെ ഇവിടെ പൗലോസ് പറയാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ അതെല്ലാം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. यहाँ पे पौलुस कहते हैं कि परमेश्वर की आत्मा के द्वारा वो हम पर प्रकट है। അതെങ്ങനെയാ സാധ്യമാകുന്നത്? ദൈവത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കി എടുക്കാൻ പറ്റുക? कैसे संभव है? परमेश्वर के मन में जो है वो हम कैसे समझ सकते हैं? ദൈവത്തിന്റെ മനസ്സിനകത്തുള്ളത് നമ്മെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് തന്നേക്കുന്നത്. परमेश्वर के मन को समझने के लिए, उसे जानने के लिए हमें परमेश्वर की आत्मा मिली है। എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഹിന്ദിയിൽ എന്താ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഹിന്ദി എന്ന ഭാഷ എന്റെ അകത്ത് ആദ്യം ഉണ്ടാകണം. दास कहते हैं कि दास को हिंदी नहीं आती, तो हिंदी में जो बोला जा रहा है वो समझने के लिए पहले क्या होना चाहिए? दास के अंदर हिंदी का ज्ञान होना चाहिए। അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. अगर ऐसा होगा तो अगर कोई हिंदी में बात करेगा तो दास उसे समझ लेंगे। അത് തന്നെയാണ് ആത്മാവ് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് നമ്മുടെ മാനുഷികമായ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല. ऐसे ही है, आत्मा जब कोई बात कहती है तो हम अपनी मनुष्य की बुद्धि से उसे समझ नहीं सकते। അപ്പൊ ദൈവത്തിന്റെ വചനം ദൈവം ആത്മാവിൽ സംസാരിക്കുമ്പോൾ മാനുഷികമായ ചിന്താഗതിയിൽ നമുക്കത് ബോധ്യമായി കിട്ടത്തില്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും? പരിശുദ്ധ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്തൊക്കെ സംസാരിക്കുന്നുവോ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. परमेश्वर के वचन को हम अपनी मनुष्य की बुद्धि से नहीं समझ सकते, लेकिन हम में अगर पवित्र आत्मा है तो उस पवित्र आत्मा के द्वारा हम उसे समझ सकते हैं कि परमेश्वर क्या कहना चाह रहे हैं। അതിന് 14ാമത്തെ വാക്യത്തിൽ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. तो 14वें वचन में पौलुस एक पद उपयोग करते हैं कि शारीरिक मनुष्य परमेश्वर की आत्मा की बातें ग्रहण नहीं करता। അത് തന്നെ മലയാളത്തിൽ അത് പ്രാകൃത മനുഷ്യൻ എന്നാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഹിന്ദിയിൽ നോക്കിക്കേ, ശാരീരിക മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ സോള് മാത്രമുള്ള അൺസ്പിരിച്വൽ അല്ലാത്ത ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഉള്ളിലില്ലാത്ത ഒരു സാധാരണ ആത്മാവ് മാത്രം, മനുഷ്യാത്മാവ് മാത്രം ഉള്ള അവന് എന്താ പറയുന്നേ? ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്ന് വെച്ചാൽ അവനത് മനസ്സിലാകത്തില്ല, റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. यहाँ पे देखिए, शारीरिक मनुष्य का मतलब है कि एक ऐसा मनुष्य जिसमें सिर्फ मनुष्य की आत्मा है, उसे पवित्र आत्मा नहीं मिली है, इसलिए वो पवित्र आत्मा की बातें या परमेश्वर की बातें नहीं समझ सकता। അതെ, ഇവിടെ ആത്മാവിന്റെ അല്ല ദൈവത്തിന്റെ ഉപദേശം എന്ന് പറയുന്ന വാക്ക് പോലും
ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്ന് ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ ഈ ഒരു ഗിഫ്റ്റ് ഏത് ഗിഫ്റ്റ് ആണ്? യേശുക്രിസ്തു എന്ന ഗിഫ്റ്റ് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് റിസീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ये कहा गया है कि ये परमेश्वर का उपहार है, यह गिफ्ट है. तो एक साधारण मनुष्य को यीशु मसीह रूपी उपहार को या गिफ्ट को समझना मुश्किल है. അപ്പൊ ഈ മനുഷ്യാത്മാവിൽ മാത്രം ചിന്തിക്കുന്നവൻ പറയും യേശുക്രിസ്തു എന്ന ചിന്താഗതി ഒരു ഫൂളിഷ്നെസ് ആണ്, ഒരു ഫോഷത്വമാണ്, അവന് ചിന്തിക്കാൻ പോലും അത് പറ്റത്തില്ല, ഫോളിയാണ് എന്ന് അവൻ പറയും. साधारण मनुष्य जो मनुष्य की आत्मा में सोचता है वो कहेगा कि यीशु मसीह जो है वो एक मूर्खतापूर्ण विचारधारा है. അതുകൊണ്ടാണ് ക്രൂശിന്റെ വചനം എപ്പോഴും ഭോഷത്വമാണെന്ന് മനുഷ്യാത്മാവിൽ ചിന്തിക്കുന്നവൻ പറയുന്നത്. जो मनुष्य की आत्मा में बातें करता है वो कहता है कि क्रूस का जो वचन है वो मूर्खता है. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഇത് ആത്മീകമായിട്ട് വിവേചിക്കേണ്ടതാകയാൽ. 15-ാമത്തെ വാക്യം പറയുന്നുണ്ട് സ്പിരിച്വൽ മാൻ. അപ്പൊ ഇവൻ അത് ഡിസൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ദൈവികമായ ചിന്തയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യുക, അവനത് ഹൃദയത്തിനകത്ത് അവനത് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. 15वें वचन में इस प्रकार लिखा है आत्मिक जन, यानी कि आत्मिक जन सब कुछ जांचता है और सब कुछ जानता है, लेकिन जो शारीरिक मनुष्य है वो कुछ नहीं समझ पाता. പക്ഷെ ഇവിടെ അടുത്ത വാക്ക് പറയുന്നുണ്ട് ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. 15वें वचन में इसमें लिखा है कि आत्मिक जन सब कुछ जांचता है परंतु आप किसी से जांचा नहीं जाता. ഈ വാക്കുകളും ഒക്കെ ചിലപ്പോൾ മിസ്ഇന്റർപ്രിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ പറയുന്നത് സ്പിരിച്വൽ മാൻ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലത് ഏതാണ്, തീയത് ഏതാണ്, തിന്മ ഏതാണ്, നന്മ ഏതാണെന്ന് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള കഴിവ് സ്പിരിച്വൽ ആത്മാവ്, പരിശുദ്ധാത്മാവ് അകത്തുള്ളവന് കഴിയും എന്നാണ് ആ വാക്കിനർത്ഥം. वहां पे लिखा है कि आत्मिक जन सब कुछ जांचता है और वो सब कुछ समझता है. അടുത്ത പറയുന്നത് ബട്ട് ഹി ഹിംസെൽഫ് ടു ബി ജഡ്ജ്ഡ് ബൈ നോ വൺ എന്ന് പറഞ്ഞാൽ ആരാലും വിവേചിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ശരി ഏതാണ് തെറ്റേതാണെന്ന് മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റും. തന്നെ ആരും കുറ്റം പറയത്തില്ല എന്ന അർത്ഥത്തിലൊന്നുമല്ല. क्या आप किसी से जांचा नहीं जाता, उसका ये अर्थ नहीं है कि वो उसे सही क्या है गलत क्या है मालूम है, दूसरे लोग उसे न्याय नहीं कर सकते या जांच नहीं सकते. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇത്ര സിമ്പിളായിട്ട് പൗലോസ് പറയാ, ഞാൻ ഇത്ര സിമ്പിളായിട്ട് പ്രസംഗിച്ചിട്ടും ഇപ്പോഴും യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഒരു വലിയ സമൂഹമുണ്ട്. അതെന്താ അവർ അങ്ങനായി പോകുന്നത്? അതിന്റെ കാരണം അവരുടെ ഉള്ളിൽ ദൈവാത്മാവില്ല. അവർ മനുഷ്യാത്മാവിൽ ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പറയും യേശുക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള സുവിശേഷം ഫൂളിഷ്നെസ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, അത് ഭോഷത്വമാണ്, അത് വിശ്വസിക്കേണ്ടതല്ല എന്ന് മനുഷ്യാത്മാവിൽ അവൻ ചിന്തിച്ചു കൂട്ടുന്നു. संक्षेप में हम ऐसे कह सकते हैं कि पौलुस कहते हैं कि मैं इतने सरल तरीके से प्रचार कर रहा हूँ लेकिन फिर भी कुछ लोगों को समझ में नहीं आ रहा है. कारण यह है जो मनुष्य की आत्मा में सोचते हैं वो क्रूस के वचन को स्वीकार नहीं कर सकते, लेकिन जो आत्मिक है वो ही केवल इसे समझ सकते हैं, जान सकते हैं. എന്നാൽ ഞാൻ സിമ്പിളായി പ്രസംഗിച്ച വിഷയം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ മനസ്സിലാക്കുന്നവൻ, ദൈവാത്മാവിന്റെ ആത്മാവ് അകത്തുള്ളത് കൊണ്ട് അവൻ നന്നായിട്ട് ഇത് മനസ്സിലാക്കുകയും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അവൻ ഒരു ആത്മീകനായിട്ട് മാറുകയും ചെയ്യുന്നു. पौलुस का कहना है कि जो मैं सरल तरीके से प्रचार कर रहा हूँ, अगर किसी व्यक्ति में पवित्र आत्मा है तो वो इसे पवित्र आत्मा की सहायता से समझ पाएगा और एक आत्मिक की तरह जीवन जी पाएगा. പൗലോസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കണമെങ്കിൽ എനിക്കതൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് ഹെൽപ്പ്, സഹായം ആവശ്യപ്പെട്ടാൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ ഒരു ഗിഫ്റ്റ് പോലെ വരും എന്ന് പൗലോസ് പഠിപ്പിക്കുകയാണ്. पौलुस यहाँ सिखाते हैं कि अगर कोई वचन किसी को समझ में नहीं आ रहा है तो वो पवित्र आत्मा से कहे कि हे पवित्र आत्मा मुझे ये वचन समझा दे, तो एक गिफ्ट की तरह पवित्र आत्मा उस व्यक्ति में आती है. അങ്ങനെ മനസ്സിലായവർക്കാണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നത്. ऐसे व्यक्ति जिन लोगों ने समझा है वो ही दूसरों को मसीह के बारे में बता सकते हैं. ഞാൻ നമ്മുടെ ക്ലാസിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാര്?
16वें वचन में इस प्रकार लिखा है, प्रभु का मन किसने जाना है कि उसे सिखलाए। അപ്പം കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവനാരൻ. അവനോടൊരു കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ കർത്താവ് ഇങ്ങോട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി, നമ്മൾ അങ്ങോട്ട് പറയുന്നത് കർത്താവിന് മനസ്സിലാക്കി ഒരു കാര്യം എങ്ങനെയാ ആർക്കാ ഗ്രഹിപ്പിക്കാൻ പറ്റുന്നത്? इसका कहने का मतलब यह है कि हम अपनी बात को प्रभु तक पहुंचाए, प्रभु जो कहते हैं उसको खुद ग्रहण कर सके, ऐसा कौन कर सकता है? ഇത് യഹൂദന്മാരുടെയും ഗ്രീക്കുകാരുടെയൊക്കെ എപ്പോഴും ഉള്ള ഒരു ചോദ്യമായിരുന്നു, ദൈവത്തെ നമുക്കൊരു കാര്യം പറഞ്ഞു ബോധിപ്പിക്കാൻ പറ്റുമോ? ये जो प्रश्न है ये यूनानी लोग और यहूदी लोग हमेशा पूछते थे। ദൈവം പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ? क्या हम परमेश्वर को कुछ बातें सिखा सकते हैं, या परमेश्वर जो हमें कहते हैं वो हम सीख पाएंगे? കാരണം ദൈവം നമ്മിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. ഈ ന്യായവാദ നോസ്റ്റിക് ചിന്താഗതി അനുസരിച്ച് ദൈവം നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പാപം നിറഞ്ഞ ലോകമായിട്ടൊരു ബന്ധവുമില്ല, ദൈവത്തിന് നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെയാ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്നത്? എങ്ങനെയാ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്? ज्ञानवाद जिस प्रकार से सिखाता है कि परमेश्वर इस दुनिया से बहुत ऊपर है, इस पाप में संसार से वो बहुत ऊपर रहते हैं, तो परमेश्वर कैसे आकर के किसी को कुछ सिखला सकते हैं? നമുക്ക് ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് വളരാൻ പറ്റില്ല, നമുക്ക് ദൈവത്തെ പോലെ ചിന്തിക്കാൻ പറ്റില്ല, നമുക്ക് ദൈവത്തെ പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല, നമുക്ക് ദൈവികമായ ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തെയും മനുഷ്യനും തമ്മിൽ അകറ്റി നിർത്തുന്ന ഒരു മതചിന്തയായിരുന്നു ഈ നോസ്റ്റിക് ചിന്താഗതി മുൻപോട്ട് കൊണ്ടുവച്ചത്. ज्ञानवाद जो है वो इस प्रकार कहता था कि हम परमेश्वर के स्वभाव को के अनुसार नहीं आ सकते, हम परमेश्वर जिस प्रकार से सोचते हैं हम नहीं सोच पाएंगे, परमेश्वर जैसे काम करते हैं हम उसे नहीं समझ पाएंगे। ये बातें ज्ञानवाद के अंतर्गत आती थी। എന്നാൽ പൗലോസ് അതിനെ മുഴുവനും പൊളിച്ചു പണിതുകൊണ്ട് പൗലോസ് പറയുന്നു, നമുക്കിപ്പോ ക്രിസ്തുവിന്റെ എല്ലാ മനസ്സുമുണ്ട്, ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, ദൈവം പറയുന്ന കാര്യം നമ്മുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയാണ്? നാം ഇപ്പോ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കുന്നു. तो पौलुस इन सारी बातों का खंडन करके कहते हैं कि अब हम में मसीह का मन है। അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുക എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ് അർത്ഥം. ക്രിസ്തുവിന്റെ ആത്മാവ് ദൈവത്തിന്റെ നമ്മുടെ അകത്തുള്ളത് കൊണ്ട് ഇപ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. मसीह का मन, इसे हम इस प्रकार से समझ सकते हैं कि परमेश्वर की आत्मा हम में है, तो हम मसीह के मन को समझ पाएंगे, परमेश्वर के मन को समझ सकेंगे। അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ജ്ഞാനം നമ്മിൽ ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനം എവിടുന്നാ ലഭിച്ചത്? ദൈവത്തിന്റെ ജ്ഞാനം പിതാവായ ദൈവത്തിൽ നിന്നാണ് ലഭിച്ചത്. ആരിലൂടെയാണ് ലഭിച്ചത്? അത് പരിശുദ്ധാത്മാവിലൂടെയാണ് ലഭിച്ചത്. എന്താണ് ആ ജ്ഞാനം? ആ ജ്ഞാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ये परमेश्वर का ज्ञान हमें कहाँ से मिला? परमेश्वर से मिला। किसके द्वारा मिला? पवित्र आत्मा के द्वारा मिला। वो ज्ञान क्या है? वो ज्ञान है यीशु मसीह। ഒറ്റ വാക്കൂടെ, ലോകത്തിലെ ഏറ്റവും വലിയ തത്വചിന്തകന്മാർക്കും യേശുക്രിസ്തുവിനെ മനസ്സിലാകാതെ പോയത് എന്തുകൊണ്ടാണ്? ആ ചിന്തകൾ അവർ കേട്ടപ്പോൾ അവർ ദൈവാത്മാവിന് സറണ്ടർ ആകാൻ തുനിഞ്ഞില്ല. जो दुनिया के बहुत बड़े बड़े तत्वज्ञानी हैं, उन्हें ये बातें क्यों समझ में नहीं आई? क्योंकि जब उन्होंने मसीह के बारे में सुना तो वो अपने आप को समर्पित नहीं कर पाए। ഞങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കി തരണമേ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവ മുമ്പിൽ അവർ മുട്ടുകുത്തിയിരുന്നെങ്കിൽ അവർക്ക് വിശേഷപ്പെട്ട ജ്ഞാനം ലഭിക്കുമായിരുന്നു. ക്രിസ്തുവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു, ക്രിസ്തുവിന്റെ ചിന്താഗതികൾ അവർ ചോദ്യം ചെയ്യത്തില്ലായിരുന്നു, ക്രിസ്തുവിലൂടെ രക്ഷ അവർ ചോദ്യം ചെയ്യത്തില്ലായിരുന്നു. അവരും ഈ ലോകത്തിലുള്ള ജ്ഞാനികളും ദൈവത്തിന്റെ വിശേഷപ്പെട്ട ജ്ഞാനത്തിന്റെ അവകാശം. अगर वो ये बातें उन्हें समझ में आ जाती और वो घुटने टेक करके परमेश्वर से कहते कि परमेश्वर हमें ये समझा दो, तो वो इस बड़े सत्य को समझ जाते, परमेश्वर के ज्ञान को वो जान सकते। എന്നാൽ അവർക്ക് ആർക്കും കിട്ടാത്തൊരു മഹാഭാഗ്യം, ബലഹീനരായിരുന്ന, കുലഹീനരായിരുന്ന, ശ്രേഷ്ഠത ഒന്നും പറയാനില്ലാതിരുന്ന, അജ്ഞാനികളായിരുന്ന നമുക്ക് ദൈവം തന്നിരിക്കുന്നു. അവന്റെ ആത്മാവിനാൽ ക്രിസ്തുവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. लेकिन उन्हें ये सौभाग्य प्राप्त नहीं हुआ। ये सौभाग्य किसे प्राप्त हुआ? हमें, जो कि हम कुलहीन थे,
कोई हम बड़े परिवार से नहीं थे, ना ही हमें उतना ज्ञान था, हम निर्बल थे, लेकिन हमें पवित्र आत्मा के द्वारा इस परमेश्वर का ज्ञान हमें मिला। ഇനി നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നാം അറിഞ്ഞ സത്യത്തെ ലളിതമായി ഭയഭക്തിയോടെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന നിലയിൽ ദൈവാത്മാവിന്റെ ശക്തിയോടുകൂടെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുക. अब इस सत्य को हमने जाना है, तो अब हमारा क्या उत्तरदायित्व है? हमें सरल भाषा में परमेश्वर की भय भक्ति के साथ आत्मा के पवित्र आत्मा की सामर्थ से भरकर दूसरों को इस वचन को बताना है। അങ്ങനെ സത്യസുവിശേഷത്തെ ലോകം മുഴുവനും പ്രസന്റ് ചെയ്യുവാൻ, അവതരിപ്പിക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. ഈ ബൈബിൾ ക്ലാസ്സുകൾ അതിനൊരു മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾക്ക് വിരാമം കുറിക്കുന്നു. പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. सत्य सुसमाचार का प्रचार करने के लिए परमेश्वर आप सबको शक्ति देवे, बल प्रदान करे, ऐसी प्रार्थना के साथ दास इस मीटिंग को समाप्त कर रहे हैं। आप सबों को जय मसीह की। ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നിലയിൽ കർത്താവിന്റെ കൃപയാൽ ജീവനുള്ള ദൈവത്തിന്റെ മഹത്വമുള്ള വചനത്തെ പ്രസ്താവിപ്പാൻ കർത്താവിന്റെ